കഴിഞ്ഞൊരു 10 വർഷത്തിനകത്ത് കേരളം പോലെ ഒരു ചെറിയ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഡാറ്റ ബ്രീച്ചുകൾ നടന്നിട്ടുണ്ടോ? കേരളത്തിലൊക്കെ വളരെയധികം ഡാറ്റ ബ്രീച്ചുകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള 50-60 മുതൽ 100 വരെയുള്ള ഡാറ്റ ബ്രീച്ചുകൾ നടന്നിട്ടുണ്ട്. കേരളത്തിലെ പോലീസിന്റെ ഒക്കെ പോലും ഡാറ്റ ബ്രീച്ചുകൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇതൊക്കെ പലപ്പോഴും ഡാർക്ക് വെബിൽ വന്നിട്ടുണ്ട്. എൻ്റെ തന്നെ ഡാറ്റ പോയിട്ടുണ്ട്, എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് പോലും അതിൽ നിന്ന് ലീക്ക് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെയുള്ള ഒരു സീരീസ് ഓഫ് ഡാറ്റ ബ്രീച്ചുകൾ വളരെ വിസിബിളി മലയാളികളെ ഇമ്പാക്ട് ചെയ്യുന്ന ഡാറ്റ ബ്രീച്ച് വളരെ വിസിബിളി നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. അപ്പം അവിടെ പലപ്പോഴും ഇവിടുത്തെ മെമ്പർ ആണോ എന്ന് ചോദിക്കുന്നു, ഫോൺ നമ്പർ എടുക്കുന്നു, പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് തരാമെന്ന് പറയും. ഇതൊക്കെ ശരിക്കും ഡാറ്റ കളക്ഷൻ സ്കീമുകളല്ലേ? ഡാറ്റ ക്യാൻ ബി കളക്റ്റഡ്. ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇതെങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഡാറ്റ പിന്നെ എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ ചെറുപ്പം ഒരു 2000 പേരുടെ ഡാറ്റയെ കാണുകയുള്ളൂ. അപ്പം ഈ ഡാറ്റ നമുക്ക് നോക്കുമ്പോൾ ചെറിയൊരു നമ്പറായിട്ട് ചിലപ്പം തോന്നിയേക്കാം. പക്ഷേ ടെക്നിക്കലി അത് അങ്ങനെയല്ല. അതിൻ്റെതായ ഇമ്പാക്റ്റ് ഉണ്ട്. ഇങ്ങനത്തെ ഡാറ്റകൾ പലപ്പോഴും പൊളിറ്റിക്കൽ പാർട്ടീസ് പോലും പലയിടത്തും യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞേക്കുന്ന പല ആളുകളും ഇലക്ഷൻസ് ടൈമിൽ അവർ നടത്തുന്ന മാർക്കറ്റിംഗ് ക്യാമ്പയിൻസും പല SMS ക്യാമ്പയിൻസും ഒക്കെ ഇങ്ങനെ കിട്ടുന്ന നമ്പറുകളാണ്. എൻ്റെ ഫോൺ നമ്പറും എൻ്റെ പേരും ഒക്കെ കിട്ടിയിട്ട്, ആധാർ നമ്പറൊക്കെ കിട്ടിയിട്ട് എന്താണ് ഒരു ഹാക്കർക്ക് ഗുണമുള്ളത് എന്നൊരു ചോദ്യം തോന്നാം സ്വാഭാവികമായിട്ടും. ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ സ്കാമുകളിൽ 100 രൂപ നഷ്ടപ്പെടുന്ന 1 ലക്ഷം ആളുകളൊക്കെ ഉണ്ട്. വി ആർ ഓൾ ടാർഗറ്റഡ്. അവർക്ക് 15 ലക്ഷം പേരെ 15 രൂപ വെച്ച് മതി. Their purpose is done. നമ്മുടെ സൈബർ സ്പേസുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു പൊളിറ്റിക്കൽ സിനാരിയോനെ സ്വാധീനിക്കാൻ ഒരു ഔട്ട്സൈഡ് പ്ലെയറിന് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഞാൻ ശക്തമായൊരു ഇൻ്റർനെറ്റിനെ 100% ബിലീവ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റിനോടുള്ള എതിർക്കുന്ന ആളാണ്. ബിക്കോസ് വാട്ട് യു സീ ഇൻ ഇൻ്റർനെറ്റ് മേ നോട്ട് ബി റൈറ്റ്, വാട്ട് യു സീ ഇൻ്റർനെറ്റ് മേ നോട്ട് ബി ഫാക്ട്ഫുൾ. ഇൻ്റർനെറ്റിൽ കാണുന്ന പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. നിങ്ങളുടെ യുക്തി യൂസ് ചെയ്യുക. ബട്ട് സ്റ്റിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ചിലപ്പോൾ ഗവൺമെൻറ്റ്സിനെ പോലും പുൾ ഡൗൺ ചെയ്യാൻ സഹായിച്ചേക്കാം. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളുടെയും സുരക്ഷിതത്വം ഡാറ്റയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അടുത്തുണ്ടായ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും കൂടംകുളം ബ്ലൂ പ്രിന്റ് ലീക്കും ടെലിഗ്രാം ബാനും അടക്കം നിരവധി വിഷയങ്ങൾ ചർച്ചയിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് സൈബർ സെക്യൂരിറ്റി വിദഗ്ധനായ നന്ദകിഷോർ ഹരികുമാറാണ്. വെൽക്കം ടു ദ അൺസ്ക്രിപ്റ്റഡ്. മാവേലിക്കരയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇപ്പോൾ ലോകത്തുള്ള നിരവധി സൈബർ ക്രിമിനലുകളെ തത്സമയം നിരീക്ഷിക്കുന്ന വലിയൊരു സംവിധാനത്തിന്റെ ഒരു ചുമതലയായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടി ചോദിക്കുകയാണ്, ഈ നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഈ ഇന്റർനെറ്റും പറഞ്ഞ ഹാക്കർമാരും അല്ലെങ്കിൽ അവരെ എതിരിടുന്നവരൊക്കെ ഉപയോഗിക്കുന്ന ഡാർക്ക് വെബും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു സൈബർ പ്രൊഫഷണലിനെ സംബന്ധിച്ച് 3 തരത്തിലുള്ള വെബാണുള്ളത്. ഒന്ന് ഓപ്പൺ വെബ്, ഒരു ന്യൂസ് ചാനലിന്റെ സൈറ്റ്, അല്ലെങ്കിൽ യാഹു പോലുള്ള അല്ലെങ്കിൽ ഗൂഗിൾ പോലുള്ള സൈറ്റുകളൊക്കെ പ്യൂർലി ഓപ്പൺ വെബിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. യൂട്യൂബ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ. രണ്ടാമത് ഡീപ് വെബ് എന്ന് പറയും. ഡീപ് വെബിന് പല കാറ്റഗറൈസേഷൻ ഉണ്ട്. ഇപ്പം ഒരു കമ്പനിയുടെ ഇന്റേണൽ ആക്സസ് ചെയ്യുന്ന പോർട്ടൽസ്, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് എഞ്ചിൻസിൽ ഈസിലി വിസിബിൾ അല്ല, അല്ലെങ്കിൽ ഒരു പേ വാൾ വേണം. അതൊക്കെ ശരിക്കും ഒരു ഡീപ് വെബിന്റെ ഭാഗമായിട്ടും അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ചില ഇന്റേണലി റൺ ചെയ്യപ്പെടേണ്ട ആപ്ലിക്കേഷൻസ്, ഒരു വലിയ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട് ഈ ഡീപ് വെബിൻ്റെത്. പക്ഷെ അതൊരു പൂർണ്ണമായി ക്രിമിനൽ ആക്ടിവിറ്റി ആണ് എന്നൊന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ കിട്ടാത്ത, അല്ലെങ്കിൽ .com അല്ലെങ്കിൽ .in പോലുള്ള എക്സ്റ്റൻഷൻസ് ഇല്ലാത്ത .onion എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എക്സ്റ്റൻഷൻസ് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പലപ്പോഴും ഡാർക്ക് വെബിൽ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സാധാരണ ബ്രൗസർ വഴി ആക്സസ് ചെയ്യാൻ പറ്റില്ല. ടോർ എന്ന് പറയുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രൗസർ വഴി ആക്സസ് ചെയ്യണം. പക്ഷേ അപ്പോൾ ഇതിൻ്റെ ഒരു കഥയ്ക്ക് ഒരു രസകരമായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇത് 2000 US നേവൽ ലബോറട്ടറീസ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പാണ്. അവരുടെ ഇന്റലിജൻസ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലോകം അറിയാതെ ഇന്റർനെറ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തൊരു സെറ്റപ്പാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ അതിനെ പ്യൂർലി ഓപ്പൺ സോഴ്സ് ആക്കി, സോ ദാറ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാം എന്ന് ഓപ്പൺ സോഴ്സ് ആക്കി. ഗ്രാജുവലി എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ 2 കൂട്ടർ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഒന്ന് ഭയങ്കരമായി അനോണിമിറ്റി വേണം എന്ന് വിചാരിക്കുന്ന ഒരു സംഘം റിസർച്ചേഴ്സ്, ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ന്യൂസ് പ്ലാറ്റ്ഫോംസ് ഒക്കെ. എനിക്കൊന്ന് ചില ഫോറിൻ വാൾ സ്ട്രീറ്റ് ജേർണൽസ് ഒക്കെ ഇപ്പോഴും ഡാർക്ക് വെബിലുണ്ട്. അവർക്ക് ഡാർക്ക് വെബ് എഡിഷൻ ഉണ്ട്, അവരെ ട്രാക്ക് ചെയ്യാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഡാർക്ക് വെബ് ക്രിമിനലുകൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു നെറേറ്റീവ് ഒന്നുമില്ല. പക്ഷേ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ 2011 മുതൽ സിൽക്ക് റോഡ് എന്നൊക്കെ പറയുന്ന വലിയ ക്രിമിനൽ ഡാർക്ക് വെബ് പോർട്ടൽസും വരാൻ തുടങ്ങി. ഡ്രഗ്സ് സെല്ല് ചെയ്യുന്ന അല്ലെങ്കിൽ ആംസ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന പല പ്ലാറ്റ്ഫോംസും വരാൻ തുടങ്ങി. ഇതിൻ്റെ ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ലിങ്ക് അറിയാവുന്നവർക്ക് മാത്രമേ ഇത് ബ്രൗസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് പോലെ നമുക്കിത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഡാർക്ക് വെബ് ലോകത്ത് അവരുടേതായിട്ടുള്ള ബ്രൗസേഴ്സും അവരുടെ പാരലൽ വേൾഡ് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പം അഹീമിയ എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോംസ് ഡാർക്ക് വെബിൽ എന്താണ് കണ്ടന്റ് റൺ ചെയ്യുന്നതെന്നുള്ള ഗൂഗിൾ സെർച്ച് പോലെ നമുക്ക് ഡാറ്റ തരുന്നുണ്ട്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവഞ്ച്വലി ഡാർക്ക് വെബ് ബിക്കെയിം ഷെയ്ഡി തിങ്. ലൈക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ക്രിമിനൽസ് ഈ അനോണിമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവരത് യൂസ് ചെയ്യുന്നു. പക്ഷേ അനോണിമിറ്റി മെയിൻറ്റെയിൻ
മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണം ഇതിനെ റൺ ചെയ്യുന്നത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം അല്ല, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ. ഇപ്പം നമുക്ക് രണ്ടുപേർക്കും ചേർന്നിട്ടൊരു ഡാർക്ക് വെബ് സെർവർ റൺ ചെയ്യാം. ബേസിക്കലി നമുക്കൊരു ടോർ ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ മതി. ഇത് നമുക്ക് ഇൻഡിവിജ്വൽ ഒരു കമ്പ്യൂട്ടറിനെ തന്നെ അങ്ങനെ കൺവേർട്ട് ചെയ്ത് മാറ്റാനൊക്കെ പറ്റും. അപ്പം ആ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ അനോണിമിറ്റി ഉള്ളതും ഇതിനെ പൂർണ്ണമായി എക്സിസ്റ്റ് ചെയ്യുന്ന വെബ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്ന് ഒരു സെപ്പറേറ്റ് സ്ട്രക്ചറിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പല പല ലെയേഴ്സിലൂടെയാണ് ഇതിൻ്റെ ട്രാഫിക് വരുന്നത്. ഇപ്പം പോലീസിനൊക്കെ ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വലിയ ബുദ്ധിമുട്ട്. പല പല രാജ്യങ്ങളിൽ നിന്ന് പോയി മേ ബി ഇന്ത്യയിൽ നിന്നാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഒരു ജർമ്മനിയിലുള്ള ഒരു എൻട്രി നോഡിലേക്ക് പോകും, ആദ്യത്തെ ഒരു എൻട്രി സെർവറിലേക്ക് പോകും. അതിനുശേഷം പല പല രാജ്യങ്ങളിലെ പല പല സെർവേഴ്സിലൂടെ ഒക്കെ ഏറ്റവും അവസാനം എക്സിറ്റ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകുന്ന സെർവറിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് സ്പീഡ് കുറവായിരിക്കും ടോർ ബ്രൗസറിലൂടെ ആക്സസ് ചെയ്യുന്ന സൈറ്റുകൾക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പാരലലി ഉണ്ട്. കൂടുതലും ഞാൻ എൻ്റെ റിസർച്ച് കണ്ടിരിക്കുന്നത് അവിടെ ഏറ്റവും കൂടുതൽ റൺ ചെയ്യുന്നത് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മേ ബി ഒരുപാട് ഡാറ്റയൊന്നും ലോഡ് ചെയ്യപ്പെടാത്ത ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് എപ്പോഴും ഡാർക്ക് വെബിൽ റൺ ചെയ്യുന്നത്. സിമ്പിളി ഇതൊരു ആർക്കും അറിയാത്ത ഒരു സ്ഥലത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു അണ്ടർവേൾഡ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സർഫസ് ഇല്ലാത്ത ഒരു കാര്യം എന്നുള്ളതാണ് ഇതിന്റെ സിമ്പിൾ ഒരു ലെയ്മൻ എക്സ്പ്ലനേഷൻ. നമ്മൾ പലരും ഇപ്പം വീടുകളിലൊക്കെ മോഷണം നടന്നാലാണ് പിന്നെ CCTV അല്ലെങ്കിൽ അവിടുത്തെ ഹോം സെക്യൂരിറ്റി മെഷേഴ്സിനെ കുറിച്ചൊക്കെ ആലോചിക്കുക. പക്ഷേ താങ്കൾ ഭാഗമായിട്ടുള്ള ഫാൽക്കൺ ഫീഡ്സ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ത്രെട്ടുകളെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കുകയാണ്. അപ്പോൾ 10,000-ലധികം ഇതുപോലത്തെ ത്രെഡ്സ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സബ്സെറ്റ് ഓഫ് ബ്രീച്ചേഴ്സിനെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാൽക്കൺ ഫീഡ്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഈ ഹാക്കേഴ്സിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവർ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ സോർട്ട് ചെയ്തൊരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയാണ്. അതിനെ ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. മേ ബി അവർ ചിലപ്പോൾ ഒരു ഡാറ്റ ബ്രീച്ച് ആയിരിക്കും നടക്കുന്നത്, അല്ലെങ്കിൽ അവർ ഒരു എക്സ്റ്റോഷൻ ചെയ്യാൻ പോകുന്ന ഒരു ക്ലെയിം ആയിരിക്കും നടത്തുന്നത്. ഇപ്പം ചിലപ്പോൾ അവർ പറയും ഞങ്ങൾ ഇന്ന രാജ്യത്തെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ ഇതിനെല്ലാം ഞങ്ങളൊരു ഇന്റലിജൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യാറുള്ളത്. സോ പ്രോബബിളി അതിൻ്റെ 100% വാലിഡിറ്റി നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല. അതിനകത്തൊരു പ്രോബബിലിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ചിലത് ആക്യുറേറ്റ് ആയിരിക്കും. ഒരു ഡാറ്റ ബ്രീച്ച് നടന്നു കഴിഞ്ഞാൽ അത് ആക്യുറേറ്റ് ആയിരിക്കും. ഡാറ്റ ബ്രീച്ച് ആയിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സീരീസ് ഓഫ് ഒരു 12ഓളം വരുന്ന പല പല കാറ്റഗറീസ് ഉണ്ട് ഈ ഡാറ്റ ചോർച്ച അല്ലെ വിവര ചോർച്ചയിലൊക്കെ. അതിനെ നമ്മൾ സോർട്ട് ചെയ്യുന്നു. ഇന്ന ത്രെറ്റ് ആക്ടർ ഏതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ത്രെറ്റ് ആക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു സൈബർ ക്രിമിനൽ ഗ്രൂപ്പുകളാണ്. അവർക്ക് പല പല പേരുകളുണ്ട്. ഇന്ന് പുതിയൊരു പേരിൽ വരികയാണെങ്കിൽ അടുത്ത ദിവസം വേറൊരു പേരിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇവരെ നമ്മൾ ആക്റ്റീവായി മോണിറ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫാൽക്കൺ ഫീഡ്സ്. അപ്പം ഞങ്ങളതിനെ സൈബർ ത്രെറ്റ് ഇൻ്റലിജൻസ് എന്നൊക്കെ പറയും. അതായത് അവരിൽ നിന്ന് കുറേയൊക്കെ ഐഡിയാസ് മനസ്സിലാക്കി ഒരു ഇൻ്റലിജൻസ് ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആ പ്ലാറ്റ്ഫോമിനെ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഉള്ള സൈബർ സെക്യൂരിറ്റി അവരുടെ എക്സിസ്റ്റിംഗ് പ്രൊസീജിയറുമായിട്ടൊന്നും ബന്ധപ്പെട്ടത് അല്ല. അവർക്ക് ഏത് ഒരാൾക്കും വന്ന് അവരുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്തൊരു പ്രോപ്പർ KYC ചെയ്താൽ ആക്സസ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അവരുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമ്മളെപ്പോലെ തന്നെ കുറേയേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു ഫോക്കസ് എന്തായിരുന്നു വെച്ചാൽ ഇങ്ങനെയുള്ള ഹാക്കേഴ്സ് ഗ്രൂപ്പുകളെ ഐഡന്റിഫൈ ചെയ്യണം, അതിൻ്റെ ഡാറ്റ ഞങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. ഡാറ്റ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ടെക്നിക്സ് ടാക്ടിക്സ് പ്രൊസീജിയേഴ്സ് എന്ന് പറയും, TTPs എന്ന് പറയും. അപ്പം ആ ടെക്നിക്സ് എന്താണ്, ടാക്ടിക്സ് എന്താണ്, അവരെങ്ങനെയാണ് ഹാക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്ത് ത്രെറ്റ് ആക്ടേഴ്സിനെ പ്രൊഫൈൽ ചെയ്യുകയാണ്. ത്രെറ്റ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ കമ്പനികളെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് ആളുകളാണ്. അവർ മലീഷ്യസ് ഇന്റൻഷനോടുകൂടി ചെയ്യുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അത് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അവരുടെ മോട്ടീവ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സെറ്റ് ഓഫ് എക്സ്റ്റോഷൻ പ്ലാൻസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അതിനെ രസകരമായ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യും. ചിലപ്പം അവരുടെ നെറ്റ്വർക്കിലേക്ക് നമ്മൾ തന്നെ പെനിട്രേറ്റ് ചെയ്യുമായിരിക്കാം, അല്ലെ അവരുടെ നെറ്റ്വർക്കിൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും അവരുടെ ചാറ്റ് ഗ്രൂപ്പ് എങ്കിൽ വി ട്രൈ ടു നമ്മൾ ആ ഗ്രൂപ്പിന്റെ ഒരു പാർട്ടാകാൻ നോക്കും. നമ്മൾ ഒരു ഹാക്കറാണ് എന്നുള്ളൊരു ഹാക്കർ ഓഫ് കോഴ്സ് ഹാക്കർ ഈസ് ആൻ റൈറ്റ് വേർഡ്, ഒരു ക്രിമിനൽ ആണ് എന്നുള്ളൊരു ഇംപേഴ്സണേഷൻ കൊടുത്തിട്ട് നമ്മൾ അവരുടെ ഒരു പാർട്ടായിട്ട് ഡിസ്കഷൻസിലേക്ക് എത്താൻ നോക്കും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അനാലിസിസുകൾ കൊണ്ടുവരും. ചിലപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ അവരുടെ പൊട്ടൻഷ്യൽ ടാർഗറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ അവർ ഉറപ്പായിട്ട് ഞങ്ങൾ ഇന്ന ആളാണ് ടാർഗറ്റ് ചെയ്യുന്നത് പറഞ്ഞു തരില്ല. പക്ഷേ അവിടെ നമുക്ക് മനസ്സിലാകും ചിലപ്പോൾ അവർ ഇന്ന രാജ്യത്തെ ഇന്ന ഇൻഡസ്ട്രിയെ ടാർഗറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഞങ്ങളൊരു ഇൻ്റലിജൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ അത് നമ്മൾ തുടങ്ങിയ സമയത്ത് ഇത് ഭയങ്കര മാനുവലായ ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ഗ്രാജുവലി നമ്മൾ അതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ അണ്ടർസ്റ്റാൻഡിങ്സിനെ ഒരുപാട് ഫണലിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മളിപ്പം പ്രോസസ്സ് ചെയ്തിട്ടാണ് ഈ ഡാറ്റ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് യൂസ് ചെയ്യുന്നവരോട് പ്രിഡിക്റ്റ് ചെയ്യുന്നത് പൊട്ടൻഷ്യലി നിങ്ങളുടെ സെക്ടേഴ്സ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ രാജ്യം ടാർഗറ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞേക്കുന്നത് പോലെ നിങ്ങളുടെ ബ്രാൻഡുകളെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ചാൻസസ് ഉണ്ടോ. അപ്പോൾ അതിന് കുറേ പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസ് ഉണ്ട്, കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് അവർ തരണം. ചിലപ്പോൾ അവർ തരുമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലത് അവരോട് സജസ്റ്റ് ചെയ്യും ഇത് ആഡ് ചെയ്താൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന്
അസ്യൂം ചെയ്യാൻ പറ്റിയേക്കാം. അപ്പോൾ അങ്ങനെ ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റിയാണ്. പക്ഷേ നമ്മളുടെ ഇതിനകത്ത് ഒരു മേജർ എക്സൈറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ പുതിയൊരു ത്രെറ്റ് ആക്ടറെ കണ്ടുപിടിക്കുന്നു. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു 2000-2500 ത്രെറ്റ് ആക്ടേഴ്സ് എന്ന് പറയാവുന്ന ഗ്രൂപ്പുകളുമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പം നമ്മൾ വരുമ്പം നമ്മൾ അതിൻ്റെ തന്നെ പല പല വകഭേദങ്ങളിലേക്കും വരുന്നുണ്ട്, പല പല ഡിഫറെൻറ്റ് കാറ്റഗറീസിലേക്കും വരുന്നുണ്ട്. അത് ഞങ്ങൾ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട് പുതിയത് കണ്ടുപിടിക്കുമ്പോൾ. ആ എക്സൈറ്റ്മെന്റ് ആണ് ഇസ് കീപ്പിംഗ് എസ് അലൈവ് ഇൻ ദിസ് ഇൻഡസ്ട്രി. ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൻ്റെ ആവശ്യം എന്താണെന്ന് ചിലപ്പോൾ സംശയം തോന്നാം. അപ്പോൾ അതിൻ്റെ ഒരു കോൺടെക്സ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞൊരു 10 വർഷത്തിനകത്ത് കേരളം പോലെ ഒരു ചെറിയ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഡാറ്റ ബ്രീച്ചുകൾ നടന്നിട്ടുണ്ടോ? കേരളത്തിലൊക്കെ വളരെയധികം ഡാറ്റ ബ്രീച്ചുകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള 50-60 മുതൽ 100 വരെയുള്ള ഡാറ്റ ബ്രീച്ചുകൾ നടന്നിട്ടുണ്ട്. 2-3 എക്സാമ്പിൾസ് പറയാം. കേരളത്തിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് യൂണിവേഴ്സിറ്റിയായ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡാറ്റ ബ്രീച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഒരു വലിയ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഗവൺമെന്റ് ബാക്ട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡാറ്റ ബ്രീച്ച് നടന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ഒരു വലിയ ബാങ്കിന്റെ അവരുടെ NBFCയുടെ ഡാറ്റ ബ്രീച്ചുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സീരീസ് ഓഫ് ഡാറ്റ ബ്രീച്ചുകൾ വളരെ ശക്തവും വ്യക്തമായ രീതിയിൽ നടക്കുന്നു. ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് പറയാം, കേരളത്തിലെ പോലീസിൻ്റെയൊക്കെ പോലും ഡാറ്റ ബ്രീച്ചുകൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇതൊക്കെ പലപ്പോഴും ഡാർക്ക് വെബിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഐ ഡോണ്ട് നോ, നമ്മളത്ര അവയർനെസ് ഇല്ല, നമ്മളിതൊരു ചർച്ചയിലേക്ക് എത്താറില്ല. മേ ബി നമുക്കൊരു ടെക്നിക്കൽ കോണ്ടെക്സ്റ്റ് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് പലർക്കുമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം പലപ്പോഴും ഇത് ഇങ്ങനൊരു ഡാറ്റ ചോർച്ച ഉണ്ടായി അതിലൊരു ചർച്ചയിലേക്ക് കൊണ്ടുവരുമ്പോൾ പലർക്കും ഇത് എല്ലാവർക്കും മാക്സിമം മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഇമെയിലിൻ്റെ ഐഡിയും പാസ്വേഡും ചോരുമ്പോഴാണ്. വ്യക്തിഗത വിവരങ്ങൾ ചോരുമ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊരു ആസ്പെക്ട്. അത് കേരളത്തിലെ എൻറ്റിറ്റീസിന്റെ മാത്രമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പല പല ബ്രീച്ചുകളിൽ എത്രയോ മലയാളികൾ ഇതിന്റെ വിക്ടിമായിട്ട് വരുന്നു. അത് നമ്മൾ ഒരിക്കലും അനലൈസ് ചെയ്യുന്നില്ല. മേ ബി ഇപ്പോൾ സൊമാറ്റോയ്ക്ക് ഒരു ബ്രീച്ച് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും പറഞ്ഞ ഡൊമിനോസിന് ഉണ്ടായിട്ടുള്ള അവരുടെ 4 TB ഓഫ് ഡാറ്റയാണ് ബ്രീച്ച്ഡ് ആയത്. അപ്പോൾ ഈ ബ്രീച്ച് ഡാറ്റയിൽ എത്രയോ മലയാളികളുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികളുണ്ട്. എൻ്റെ തന്നെ ഡാറ്റ പോയിട്ടുണ്ട്, എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് പോലും അതിൽ നിന്ന് ലീക്ക് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഉള്ളൊരു സീരീസ് ഓഫ് ഡാറ്റ ബ്രീച്ചുകൾ വളരെ വിസിബിളി മലയാളികളെ ഇമ്പാക്ട് ചെയ്യുന്ന ഡാറ്റ ബ്രീച്ച് വളരെ വിസിബിളി നടക്കുന്നുണ്ട്. പക്ഷേ ആൾക്കാർക്ക്, സാധാരണ മനുഷ്യന്മാർക്ക് ഇത് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ പേരോ വിലാസമോ അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ഐഡിയോ ഇപ്പം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നാൽ എന്താണ് കുഴപ്പം? ഇപ്പം നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, സ്കാമുകൾ എങ്ങനെ നടക്കുന്നു, എന്നെ ഒരാൾ ടാർഗറ്റ് ചെയ്ത് വിളിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഡാറ്റ മറ്റൊരാൾ കൊടുക്കുന്നത്? അപ്പം നമ്മൾ അറിയാത്ത, നമ്മൾക്ക് പരിചയമില്ലാത്ത ആളുകൾ നമ്മളെ പല മാർക്കറ്റിംഗ് കോൾസും വിളിക്കുന്നു. അവർക്ക് എവിടെ നിന്നാണ് ഈ ഡാറ്റ കിട്ടുന്നത്? ഈ സൈബർ ക്രിമിനൽസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വൺ എൻഡ് മാത്രമാണ്. അവർ ഈ ഡാറ്റ ഏതെങ്കിലും ഒരു ഡാർക്ക് വെബ് പ്ലാറ്റ്ഫോമിൽ ഇത് പബ്ലിഷ് ചെയ്യുന്നു. ഇത് ആരൊക്കെ മേടിക്കുന്നു? ഒരുപാട് ഡാറ്റ ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ചില സൈറ്റുകൾ ഫേസ്ബുക്കിൽ പോലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളൊക്കെ തന്നെ പോലും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിലെ വെഹിക്കിൾ ഓണേഴ്സിന്റെ ഡാറ്റ, അല്ലെങ്കിൽ കേരളത്തിൽ ക്രെഡിറ്റ് കാർഡ് ഓൺ ചെയ്തേക്കുന്നവരുടെ ഡാറ്റ, അല്ലെങ്കിൽ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡാറ്റ. ഈ കുട്ടികളുടെ ഡാറ്റ എവിടെ നിന്ന് വരുന്നു? അത് ഏതെങ്കിലും ഒരു എഡ്ടെക് സ്ഥാപനം ബ്രീച്ച് ആകുമ്പോൾ ഒരാൾ ആ ഡാറ്റ വാങ്ങി ആ ഡാറ്റയെ സോർട്ട് ചെയ്ത് അതിനെ പിൻകോഡ് അടിസ്ഥാനത്തിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നോർമലി 1000 രൂപ കൊടുത്ത് ചിലപ്പോൾ ഡാർക്ക് വെബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഡാറ്റ ആയിരിക്കും ഒരു ഡാറ്റ ബ്രോക്കർ നടുക്ക് നിൽക്കുന്ന ആളുകൾ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്നത്. അപ്പം ഈ ഡാറ്റ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് പല കമ്പനികളും അവരുടെ മാർക്കറ്റിംഗ് കോളുകൾക്കാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത് ഈ ഡാറ്റ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പലരെയും സ്കാം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. നമ്മളുടെ ഡാറ്റ ചോർന്നു. ഫോർ എക്സാമ്പിൾ 2021-22 കോവിഡ് വാക്സിനേഷൻ നടക്കുന്നത്. ആ സമയത്ത് ഇവിടെ ഒരു സ്കാം ഉണ്ടായിരുന്നു. പലരും കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൽ എന്തൊക്കെ വിവരങ്ങളുണ്ട്? നമ്മുടെ ഫോൺ നമ്പർ ഉണ്ട്, നമ്മുടെ ഐ തിങ്ക് ആധാർ കാർഡ് മാസ്ഡ് ആയിരുന്നു എന്ന് തോന്നുന്നു, നമ്മുടെ ഈ വാക്സിനേറ്റ് ചെയ്ത നേഴ്സിന്റെ പേരുണ്ട്, ഏത് ഹോസ്പിറ്റലാണ് എന്നുണ്ട്, ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നുണ്ട്, അങ്ങനെ ഒരു സീരീസ് ഓഫ് ഡാറ്റ അതിനകത്തുണ്ട്. നമ്മൾ ഏത് വാക്സിൻ എടുത്തതെന്നുണ്ട്. നാളെ നമുക്കൊരു കോൾ വരുന്നു, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങളുടെ അഡ്രസ്സ് ഇതല്ല, ഇതാണ് നിങ്ങളെ വെരിഫൈ ചെയ്യാൻ വിളിച്ചത്, ഞങ്ങളൊരു ലിങ്ക് അയക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്പ് വഴി നിങ്ങൾക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് റെഗുലറായി കാണാം എന്ന് പറഞ്ഞാൽ പകുതി കൂടുതൽ ആളുകളും ഇത് ഡൗൺലോഡ് ചെയ്യും. നമ്മൾ എന്തുകൊണ്ടത് വിശ്വസിക്കുന്നു? നമ്മൾ നടന്ന വഴികൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്റർനെറ്റിൽ നമ്മളുടെ ഒരു ഡിജിറ്റൽ ഫുട് പ്രിന്റ് രൂപപ്പെടുന്നു. ഈ ഡിജിറ്റൽ ഫുട് പ്രിന്റിന് ഇന്റർനെറ്റിൽ ഭയങ്കര വിലയാണ്. ഒരാളുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റ് മോണിറ്റർ ചെയ്യാനൊക്കെ ആയിട്ട് ഇതിന് ഒസിൻറ്റ് എന്നൊക്കെ പോലും പലരും പറയാറുണ്ട്. അതായത് നമ്മളുടെ ഒരു ഫോൺ നമ്പർ കൊടുത്താൽ നമ്മുടെ എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സൈബർ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്നത്. അപ്പം നോർമൽ വിവരങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നത് ഡാറ്റാ ബ്രീച്ചിൽ നിന്ന് ലീക്ക് ചെയ്യുന്ന PII പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ഇൻഫർമേഷൻസ് വഴി കിട്ടുന്നതാണ്. ഞാൻ പലയിടത്തും എടുക്കുന്ന സെഷൻസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒബാമയുടെ 2ാമത്തെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിൻ്റെ സമയത്ത്
ഒബാമ അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്നിട്ട് ഒരു കോൾ വിളിക്കുന്നുണ്ട്. ഏതൊരു വോട്ടറെയാണ് വിളിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ബരാക് ഒബാമയാണ്. അവർ ചോദിക്കുന്നുണ്ട് ഓക്കെ സോ വാട്ട്, നിങ്ങൾക്ക് എങ്ങനെ നമ്പർ എവിടുന്ന് കിട്ടി? നമ്മൾക്ക് വരുന്ന ഒരു കോളിൽ പോലും നമ്മൾ അങ്ങനെ ചോദിക്കാൻ ധൈര്യപ്പെടാറില്ല. ബിക്കോസ് നമുക്ക് ഡാറ്റ, ഈ നമ്പറുകൾ വെളിയിൽ പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും അവെയർ അല്ല. നമ്മൾ ആ വിളിക്കുന്ന എക്സൈറ്റ്മെൻറ്റിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്നൊരാൾ നമ്മളെ വിളിച്ച് ലോൺ തരാൻ വിളിച്ചു, അല്ലെങ്കിൽ നമ്മളിത്ര അതാണോ, നമുക്ക് ലോൺ കിട്ടാൻ മാത്രം കേപ്പബിൾ ആണോ എന്നുള്ള അസംഷൻസിലാണ് ഒരു വലിയ ലാർജ് സെഗ്മെന്റ് ഓഫ് ആളുകൾ ഇരിക്കുന്നത്. രണ്ടാമത്തേത്, ഇവരെ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇതൊരു സ്പാം ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ട്രൂ കോളർ പോലുള്ള പ്ലാറ്റ്ഫോംസ് അങ്ങനത്തെ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ സ്പാം ആണെന്ന് വരും. പക്ഷേ ഈ നമ്പറുകൾ എവിടുന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മുടെ വിവരം എവിടുന്ന് കിട്ടുന്നു, നമ്മളുടെ ഇന്റർനെറ്റിൽ നമ്മളുടെ ഡാറ്റ എന്തൊക്കെ ചോർന്നു എന്നുള്ള കാര്യത്തിൽ പലരും ഒട്ടും അവെയർ അല്ല. ഇപ്പം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോവാണ്, അപ്പം അവിടെ പലപ്പോഴും ഇവിടുത്തെ മെമ്പർ ആണോ എന്ന് ചോദിക്കുന്നു, ഫോൺ നമ്പർ എടുക്കുന്നു, പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് തരാമെന്ന് പറയും. ഇതൊക്കെ ശരിക്കും ഡാറ്റ കളക്ഷൻ സ്കീമുകളല്ലേ? ഡാറ്റ ക്യാൻ ബി കളക്റ്റഡ്. ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇതെങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഡാറ്റ പിന്നെ എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യയിലെ ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ ഒക്കെ ഇപ്പം വരാൻ പോകുന്നതേ ഉള്ളൂ. അതിന് പൂർണ്ണമായ ഒരു ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇതിന്റെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു ഫിലോസഫിക്കലി പറയുകയാണെങ്കിൽ, ക്യാൻ യു ഡിനൈ ഇറ്റ് ഗിവിംഗ് മൈ നമ്പർ? എനിക്ക് പൈസ തന്നത് മേടിക്കണം, അല്ലെങ്കിൽ എൻ്റെ നമ്പർ തരാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ബില്ല് ചെയ്യാൻ പറ്റില്ല എന്നാണ് പലരും പറയുന്നത്. ടെക്നിക്കലി അത് പറയാൻ പാടില്ല എന്ന് പല ഹൈക്കോടതികളുടെയും നിഷ്കർഷമായിട്ടുള്ള നിയമങ്ങളും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്. പക്ഷെ പലപ്പോഴും എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇത് എവിടെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ചലഞ്ച് ഇപ്പം നമ്മൾ തിരുവനന്തപുരത്താണല്ലോ. അപ്പോൾ തിരുവനന്തപുരത്തെ വഴുതയ്ക്കായിട്ടൊരു ചെറിയ സൂപ്പർ മാർക്കറ്റ്, അവരും ഈ ലോയൽറ്റി പോയിന്റ്സ് സ്റ്റാർട്ട് ചെയ്യും അവരുടെ ബിസിനസ് കൂട്ടാനായിട്ട്. ഗ്രാജുവലി എന്ത് സംഭവിക്കും, ഇത് ഏതെങ്കിലും ഒരു വീക്കായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിലായിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത്. ഈ ഡാറ്റ ബ്രീച്ച് ആയി പോകും. ഇത് ചെറുപ്പം ഒരു 2000 പേരുടെ ഡാറ്റയെ കാണുകയുള്ളൂ. അപ്പം ഈ ഡാറ്റ നമുക്ക് നോക്കുമ്പോൾ ചെറിയൊരു നമ്പറായിട്ട് ചിലപ്പം തോന്നിയേക്കാം. പക്ഷേ ടെക്നിക്കലി അത് അങ്ങനെയല്ല. അതിൻ്റെതായ ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മൾ പറയുന്നത് ചെറിയൊരു സ്ഥലത്തെ 2000 ആളുകളുടെ ഡാറ്റയാണ്. ടു ആൻ എക്സ്റ്റെൻറ്റ് ഇറ്റ് മേ ബിക്കം ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ബിറ്റ് കോൺട്രവേഴ്ഷ്യൽ. ഇങ്ങനത്തെ ഡാറ്റകൾ പലപ്പോഴും പൊളിറ്റിക്കൽ പാർട്ടീസ് പോലും പലയിടത്തും യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞേക്കുന്ന പല ആളുകളും ഇലക്ഷൻസ് ടൈമിൽ അവർ നടത്തുന്ന മാർക്കറ്റിംഗ് ക്യാമ്പയിൻസും പല SMS ക്യാമ്പയിൻസും ഒക്കെ ഇങ്ങനെ കിട്ടുന്ന നമ്പറുകളാണ്. അപ്പം ഈ ചെറിയ പറഞ്ഞേക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ടെക്നിക്കലി നമ്പർ മേടിക്കണമെന്ന് ചോദിച്ചാൽ ടെക്നിക്കലി മേടിക്കേണ്ട. പക്ഷെ അവർക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അവർക്ക് ഇതിനെ റിട്ടൻഷനോ അല്ലെങ്കിൽ ഡിസാസ്റ്റർ റിക്കവറി സമയത്ത്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു സെക്യൂരിറ്റി ത്രെറ്റ് ഉണ്ടാകുന്ന സമയത്ത് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പം ഹാക്കർ എന്നൊക്കെ പറയുമ്പോൾ സിനിമകളിലൊക്കെ കാണുന്ന ഒരു ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ബിസ്കിഡ് അല്ലെങ്കിൽ ഒരു നേർഡ് ആയിട്ടുള്ള ഒരാൾ, കമ്പ്യൂട്ടറിനെ കുറിച്ച് ധാരണയുണ്ട്, പ്രോഗ്രാമിംഗ് അറിയാം, കോഡിംഗ് അറിയാം. പക്ഷെ അതിൽ തന്നെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഹാക്കേഴ്സ് ഉണ്ട്, നമ്മളെ ഡാറ്റ ബ്രോക്കേഴ്സ് ഉണ്ട്, റാൻസം ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇൻഡിവിജ്വൽസ് ആണോ, ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണോ, അതോ ഇതിന് പിന്നിൽ ഒരു വലിയ മാഫിയ നിലവിലുണ്ടോ? ഇപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ സ്കാറ്റേർഡ് സ്പൈഡർ എന്നൊരു ഗ്രൂപ്പുണ്ട്. അതിന്റെ പേര് അനർത്ഥമാക്കുന്ന പോലെ അത് സ്കാറ്റേർഡ് സ്പൈഡർ ആണ്. പലയിടത്തും വിഭജിച്ച് കിടക്കുന്ന ഒരു ഗ്രൂപ്പാണ്. സ്കാറ്റേർഡ് സ്പൈഡറിന്റെ ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും സ്കാറ്റേർഡ് സ്പൈഡറിന്റെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂസ് ആയി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സ്കാറ്റേർഡ് സ്പൈഡർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ജാഗ്വാറിന്റെ ഒക്കെ കമ്പനിയെ ഒരാഴ്ച ഷട്ട് ഡൗൺ ചെയ്യിപ്പിച്ച എക്സ്പെർട്ടൈസ് ഉള്ള 22, 30, 25 വയസ്സുള്ള കുട്ടികളാണ് അതിന്റെ പാർട്ടായിട്ട് വരുന്നത്. ഇത് ചില ഗ്രൂപ്പുകൾ ഒരു ഇൻഡിവിജ്വൽ അല്ല, ചില ഗ്രൂപ്പുകൾ ഒരു സ്റ്റേറ്റ് ആണ്, ചില ഗ്രൂപ്പുകൾ ഒരു എന്താ പറയുന്നത് ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് സംവിധാനത്തിന്റെ ഭാഗമായിരിക്കും. ഇൻട്രസ്റ്റിംഗ്ലി ദർ ആർ ലോൺ വുൾഫ്. അതായത് ഇന്ത്യയിൽ നടന്നൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കേസ്, ഒരു ടെലിഗ്രാം ബോട്ട് ഉണ്ടാക്കിയ ഒരു പയ്യനുണ്ട്. ഐ തിങ്ക് അയാൾ ബീഹാർ സ്വദേശിയായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ ആരുടെ ഡീറ്റെയിൽസ് പേരടിച്ചു കൊടുത്താലോ ആധാർ കാർഡോ അല്ലെങ്കിൽ നമ്മുടെ പല ഡാറ്റയും ടെലിഗ്രാമിലേക്ക് വരുന്നൊരു സംവിധാനം ഇയാൾ ചെയ്തെടുത്തു. ആളൊരു ഇൻഡിവിജ്വലാണ്. യാതൊരു ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ്, ഞാൻ പറയുന്നത് ഇപ്പം MIT പോലുള്ള അല്ലെ IITs പോലുള്ള സ്ഥലങ്ങളിൽ പഠിച്ചിറങ്ങാത്തൊരു പയ്യനാണ്. സോ ബേസിക് സ്കിൽസ് ഒക്കെ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ പല എക്സ്ട്രീംസിലേക്ക് റൺ ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ആളുകളുണ്ട്. അത് ഇപ്പം അങ്ങനെ റൺ ചെയ്യുന്നെങ്കിൽ ഞാൻ അവരെ ഭയങ്കര എക്സ്പേർട്സ് എന്ന് വിളിക്കും. ബിക്കോസ് പണ്ടത്തെ പോലെ അല്ല. പണ്ടാണെങ്കിൽ ഒരു ബേസിക് തോട്ട് പ്രോസസ്സോ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാസ്വേഡ്സ് ഒക്കെ ക്രാക്ക് ഇപ്പോൾ പറ്റത്തില്ല. ബിക്കോസ് യു നീഡ് ടു ഓവർ ഒരു ബ്രൗസറിൻ്റെ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ ഇൻ്റലിജൻസിനെ പോലും ബ്രേക്ക് ചെയ്യണം. അതിൻ്റെ 2-factor authenticationസിനെയൊക്കെ ബ്രേക്ക് ചെയ്യണം. പക്ഷേ അതും ബ്രേക്ക് ചെയ്ത് ആക്സസ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ ബേസിക്കലി ഒരു ഇൻഡിവിജ്വൽ എന്ന് പലപ്പോഴും പറയാൻ പറ്റില്ല. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇറ്റ് കുഡ് ബി എ സ്റ്റേറ്റ് സ്പോൺസർഡ് സെറ്റപ്പ്, ഓർ ഇറ്റ് കുഡ് ബി മേ ബി എ പേഴ്സൺ,
അത് അവരുടെ നേച്ചറും അവരുടെ രീതികളും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഈ 2-factor authentication കുറിച്ച് പറഞ്ഞല്ലോ, സാധാരണഗതിക്ക് നമ്മളൊരു പാസ്വേഡ് അറിയില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു, സബ്സിക്വൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണിലോട്ട് വരുന്ന കോഡ് അടിച്ചു കൊടുക്കണം. അതിനെങ്ങനെയാണ് ബ്രീച്ച് ചെയ്യുക? സോ ബേസിക്കലി ഇത് ചിലത് 100% ബ്രീച്ച് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും. പക്ഷേ ചില കേസസിലൊക്കെ ഈ കുക്കി സെഷൻസ്, സ്റ്റീലർ ലോക്സ് എന്നൊക്കെ നമ്മൾ പറയും, അതൊക്കെ എക്സിസ്റ്റിംഗ് ഓതന്റിക്കേഷൻ സെഷൻസിനെ നമുക്ക് അതേപോലെ അഡോപ്റ്റ് ചെയ്യാവുന്ന സോഫിസ്റ്റിക്കേറ്റഡ് മെത്തഡോളജീസ് ഉണ്ട്. അതൊരു ആംഗിൾ. ഈ 2-factor authentication ഒരിക്കലും വെക്കാൻ പറ്റാത്തതും വർക്ക് ചെയ്യാൻ പറ്റാത്തതും പല എൻവയോൺമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഇന്റേണൽ ഡാറ്റാബേസ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു ഇന്റേണൽ പ്രോസസ്സ്, ഇപ്പം ഡാറ്റ വിവരം ചോർത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നത് കുറേ ആളുകളുടെ പേരുകളും കുറേ ആളുകളുടെ നമ്പരും കുറേ ആളുകളുടെ ഇമെയിൽസും ആണ് എപ്പോഴും പറയുന്നത്. പക്ഷേ പലപ്പോഴും അതിൻ്റെ അപ്പുറത്തേക്ക് ഡാറ്റ ബ്രീച്ചുകൾ ചോരാറുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ ഇന്റേണൽ നടക്കുന്ന ചാറ്റ് ഗ്രൂപ്പിന്റെ ഡിസ്കഷൻസ് അല്ലെങ്കിൽ അവരുടെ ബ്ലൂ പ്രിന്റ്സ്. നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇന്ത്യയുടെ ഫാർമ സെക്ടറാണ്. ഇന്ത്യയുടെ ഫാർമ സെക്ടറിന്റെ പലയിടത്തെയും ബ്ലൂ പ്രിന്റ്സ് പലപ്പോഴും ലീക്ക് ആകുന്നത് എങ്ങനെയാണ്? അവരുടെ ഇന്റേണലി ഉള്ള സ്റ്റോറേജ്, അവരുടെ ഒരു ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഡാറ്റ, ആ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന പലരുടെയും ഇൻഫർമേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു 2-factor authentications ഇല്ല. യു ആർ ബ്രീച്ചിങ് ഇൻ ടു എ നെറ്റ്വർക്ക്. നിങ്ങൾ ഓതന്റിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ഇപ്പോൾ ഗൂഗിൾ, ജിമെയിൽ പോലുള്ള അല്ലെങ്കിൽ 2-factor authentications ഭയങ്കരമായി വർക്ക് ചെയ്യുന്ന ഒരു സാസ് പ്ലാറ്റ്ഫോംസിലൊക്കെയാണ് ഇത് പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളൊരു നെറ്റ്വർക്കിനെ ബ്രീച്ച് ചെയ്യുകയാണ്, നിങ്ങളൊരു അങ്ങനത്തെ ഒരു സെർവറിനെ ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ഒരു 2-factor authentications യാതൊരു പ്രസക്തിയും വരാറില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 2-factor authentications കൊണ്ട് പാടാണ്. ബിക്കോസ് ഇപ്പോൾ സെർവേഴ്സ് ഒക്കെ ആണെങ്കിൽ പലരും കമാൻഡ് വഴിയും ടെർമിനൽ വഴിയൊക്കെ ആക്സസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് 2-factor authentications വെക്കാൻ പറ്റില്ല. സോ ദേ ട്രൈ നോട്ട് ടു പുട്ട് ദിസ് തിങ്സ്. അപ്പം അവിടെ ബ്രീച്ച് ഉറപ്പായിട്ട് സ്വാഭാവികവും സാധാരണവുമാണ്. താങ്കളുടെ ഈ പ്രവർത്തനത്തിനിടയ്ക്ക് ഇപ്പം ഗവൺമെന്റ് സെക്ടറിൽ പലയിടത്തും ഇതുപോലത്തെ ഡാറ്റ ബ്രീച്ചുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അത് അന്വേഷിച്ച് പോയിട്ടായിരിക്കും, അല്ലെങ്കിൽ ജനറലി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ഒരു വിസിൽ ബ്ലോവർ ആയിട്ട് താങ്കൾക്ക് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ടാവും പലതവണ. അപ്പോൾ ഇങ്ങനൊരു വിസിൽ ബ്ലോയിങ് നടത്തുമ്പോൾ അതിനോട് നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ നൽകുന്ന പ്രതികരണം എന്താണ്? ഇറ്റ്സ് എ സാഡ് സ്റ്റോറി എവ്രിവെയർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും ഒരു ക്രിമിനലൈസ് ചെയ്യാനാണ് പലപ്പോഴും ഏജൻസികൾ അവരുടെ സിസ്റ്റത്തിലൂടെ പോയില്ലെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കുന്നത്. ഇതിന്റെ ഒരു വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇൻ മെനി കേസസ് ഓർ സർട്ടൻ കേസസ് ഗവൺമെന്റ്സ് നെവർ ഡിസ്ക്ലോസ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഗവൺമെന്റ്സ് ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. സിംഗപ്പൂരിന്റെ ഹെൽത്ത് സെക്ടറിൽ നിന്ന് അവിടുത്തെ എയ്ഡ്സ് രോഗികളുടെ ഡാറ്റ ലീക്കായി കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ്. സിംഗപ്പൂർ ഗവൺമെന്റ് എന്താണ് ചെയ്തത്? സിംഗപ്പൂർ ഗവൺമെന്റ് പബ്ലിക്കായി എന്ന് പറയുന്നു, അതായത് ഞങ്ങളുടെ ഗവൺമെന്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ സെർവർ ലീക്ക് ആയിരിക്കുന്നു, ഞങ്ങൾ ഇതിന് ഭാഗമായി ഞങ്ങൾ അവരെ പീനലൈസ് ചെയ്തിരിക്കുന്നു. ഇറ്റ്സ് ദ ഐഡിയൽ സിനേറിയോ. അതായത് ലോകത്ത് ഏത് രാജ്യത്തിനും എടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയൽ സിനോറിയാണ്. അവരുടെ ഗവൺമെന്റിൽ ഒരു ബ്രീച്ച് ഉണ്ടെങ്കിൽ അവർ ഡിസ്ക്ലോസ് ചെയ്യുന്നു, ഞങ്ങളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ ഫൈൻ ചെയ്യുന്നു. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കവറപ്പ് ചെയ്യാനാണ് പലപ്പോഴും നോക്കാറുള്ളത്. ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവം സംഭവിച്ചിട്ടില്ല. ഓക്കെ, എന്ത് സംഭവിച്ചിട്ടില്ല? നിങ്ങളുടെ ഡാറ്റ ലീക്കായി എന്നുള്ളതിന്റെ വിവരം പബ്ലിക്കായി കിടക്കുകയാണ്. രണ്ടാമത്തേത് അതിന്റെ ഒരു വലിയ പ്രശ്നം, ഓക്കെ, നിങ്ങളിത് ബ്രീച്ച് ചെയ്തത് നിങ്ങൾക്ക് ഇത് ഒരു മീഡിയയിൽ പോയി ആളാകാൻ വേണ്ടിയിട്ടല്ലേ. ഇവിടെ അങ്ങനെ ആരും ആകുന്നില്ല. ഇറ്റ്സ് വെരി സാഡ്. ഞാൻ ബിസിനസ് ചെയ്യാനാണ് ഇരിക്കുന്നത്, ഞാനൊരു വിസിൽ ബ്ലോവർ ആകണം എന്നുള്ളതിന്റെ ഏറ്റവും എക്സ്ട്രീം തോട്ട് പ്രോസസ് ആണ്. ഐ നോ ദ റിസ്ക് in becoming a whistleblower. You don't get any support. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പാനിക് മൊമെന്റ് ഉണ്ട്. അതിന് ഞാൻ വിസിബിളി എൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഞാൻ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ബ്രീച്ച് ആയിരുന്നില്ല. ബ്രീച്ച് ആകാതെ അതിൻ്റെ ഡാറ്റ ലീക്ക് ഉണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നു അവരുടെ ചെയർമാനെ ഡയറക്റ്റ്ലി. ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്, യാതൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിനെ ട്വീറ്റ് ടാഗ് ചെയ്ത് അദ്ദേഹത്തിന് റെസ്പോണ്ട് ചെയ്യുന്നു. അദ്ദേഹം നമ്പർ ചോദിക്കുന്നു, നമ്പർ കൊടുക്കുന്നു, അദ്ദേഹം എനിക്ക് റെസ്പോണ്ട് ചെയ്യുന്നു. ഞാൻ ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞത് സോൾവ് ചെയ്യാനൊരു സമയം തരണം. ഞാൻ പറഞ്ഞു പലപ്പോഴും റീച്ച് ഔട്ട് ചെയ്യാൻ നോക്കി. ആ കാലഘട്ടത്തിലൊന്നും സേർട്ട് ഒന്നും ഇത്രയും പവേർഡ് അല്ല. അതായത് ഇപ്പം നമുക്ക് സേർട്ടിനെ റിപ്പോർട്ട് ചെയ്ത സേർട്ട് ഇപ്പം കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അവർ തന്നെ അത് ടേക്കപ്പ് ചെയ്യും. ഇമീഡിയറ്റ്ലി അദ്ദേഹത്തിന്റെ IT മാനേജറെ ഏൽപ്പിക്കുന്നു. അവരെന്നെ വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ്, നിങ്ങൾക്ക് എന്തിനാണ്, നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതോ നിങ്ങൾ തന്നെ ഹാക്ക് ചെയ്തിട്ട് ഈ ഡാറ്റ എന്താണ് ഉറപ്പ്? ഞാൻ പറയുന്നത് ഹാക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് നോർമലി നമുക്കിത് ഡാർക്ക് കോപ്പി പബ്ലിഷ് ചെയ്യാം, റൈറ്റ്? യു ഡോണ്ട് ഹാവ് ടു ഇൻഫോം യു ബിഫോർ ഡൂയിങ് ദാറ്റ്. അപ്പം നോർമലി ഗവൺമെന്റിന്റെ ഒരു തരത്തിൽ നിന്നുള്ള എപ്പോഴുള്ള റെസ്പോൺസ് ഏതൊരു കേസിനെ കാണുന്ന പോലെ അല്ലെങ്കിൽ ഏതൊരു സാധാരണ കേസിനെ അഡ്രസ്സ് ചെയ്യുന്നത് പോലെ ഒരു നെഗറ്റീവ് നിലപാടാണ് വർഷങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി സേർട്ട് പോലുള്ള ഏജൻസികൾ വളരെ പ്രൊയാക്റ്റീവായി, പിന്നെ അതേപോലെ ഹോം മിനിസ്ട്രിയുടെ അണ്ടറിലൊരു സൈബർ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവർ കുറെ കൂടെ പ്രൊഫഷണൽസ് ഒക്കെ യങ് പ്രൊഫഷണൽസ് ആണ് വർക്ക് ചെയ്യുന്നത്. അവർ പ്രൊയാക്റ്റീവായി നമ്മളൊരു ബ്രീച്ചൊക്കെ റിപ്പോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വൾനറബിലിറ്റി റിപ്പോർട്ട് ചെയ്താൽ അവരിത് ടേക്കപ്പ് ചെയ്യുകയും അവരത് ക്ലോസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഇത് വളരെ റീസെന്റ് ആയിട്ടാണ്. പക്ഷെ അതിലേക്കുള്ള സ്ട്രഗിൾഡ് പാത്ത് ഇറ്റ്സ് വെരി ലാർജ്. ഇതിനു മുമ്പ് 2018 ടെലിസാങ്ക്ട് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അന്ന് ഇതുപോലെ AI സങ്കേതങ്ങളൊന്നും ഇല്ല. അതെല്ലാം മാനുവലി സ്ക്രാമ്പിൾ ചെയ്തിട്ട്
വേണം നിങ്ങൾക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ അതിൻ്റെ ത്രെഡ്സിന് എണ്ണം വർദ്ധിച്ചു വരുന്ന സമയത്താണ് AI പോലത്തെ സങ്കേതങ്ങളോട് വികസിച്ച് വരുന്നത്. അപ്പോൾ ഇതിലെ ഒരു മാനുവൽ ലേബർ കോംപ്ലിക്കേഷനാണോ നിങ്ങളെ AI പോലത്തെ ഇതിലേക്ക് എത്തിക്കുന്നത്, അതോ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണോ? നമുക്കതൊരു ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ സൈബർ സെക്യൂരിറ്റി കമ്പനികൾ ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട്. അമേരിക്കയിലൊക്കെ വലിയ വലിയ കമ്പനികൾ നമ്മുടെ കസ്റ്റമറാണ്. അപ്പം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന റിസർച്ച് സൈഡാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് ഫോറംസ് മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഡാർക്ക് വെബ് പേജുകളിലൂടെ റൺ ചെയ്യുക, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ടെലിഗ്രാം ഗ്രൂപ്പുകൾ. ഞങ്ങൾ ഏകദേശം 10,000-ലധികം ടെലിഗ്രാം ഗ്രൂപ്പുകളുടെ ഡേ ടു ഡേ മോണിറ്റർ ചെയ്യുന്നുണ്ട്. മില്യൺസ് ഓഫ് മെസ്സേജസ് ഒരു ദിവസം വരാറുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു സീരീസ് ഓഫ് കാര്യങ്ങൾക്ക് ഇത് മാനുവൽ പവർ ഭയങ്കര പാടാണ് എന്നുള്ളത് നമുക്കും ഗ്രാജുവലി മനസ്സിലായി. ഇതാണ് ഓർഗനൈസേഷൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോഴാണ് ഞങ്ങൾ ഇത് ഓട്ടോമേറ്റ് ചെയ്യും. ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ ഒരു 3 വർഷം ഞങ്ങൾ സൈബർ സെക്യൂരിറ്റി സർവീസസ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഒരിക്കലും ഒരു ഓട്ടോമേഷൻസിലേക്ക് പോയിരുന്നേ ഇല്ല. ഗ്രാജുവലി നമുക്ക് മനസ്സിലായി ഇതൊരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. അതായത് അവർക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവിടുത്തെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട്. ശരിക്കും നമ്മളൊരു BPO ലെവലിൽ ചിന്തിച്ചു തുടങ്ങി. അതായത് എന്തുകൊണ്ട് അമേരിക്കയിൽ ഒരു BPO റൺ ചെയ്യാൻ പറ്റുന്നില്ല? ബിക്കോസ് അവിടെ അതിൻ്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അവർക്ക് ആ ഒരു യൂണിറ്റ് റൺ ചെയ്യണമെങ്കിൽ $1 മില്യൺ വേണ്ടി വരുമായിരിക്കും ഒരു 6 മാസത്തേക്ക്. ഞങ്ങൾക്ക് ഈ യൂണിറ്റ് റൺ ചെയ്യണമെങ്കിൽ എന്താ പറയുക, അവർക്ക് ഞങ്ങൾ $25,000 ലൈസൻസ് മേടിച്ചാൽ മതി ഒരു വർഷത്തേക്ക്. അപ്പോൾ ആ യൂണിറ്റ് എക്കണോമിക്സിൽ വർക്ക് ചെയ്തപ്പോൾ നമ്മളിത് ഓട്ടോമേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് നമുക്ക് ലാഭം, അവർക്കും ലാഭം. സോ ദാറ്റ് ഈസ് ഹൗ നമ്മൾ ഇതിൻ്റെ ഓട്ടോമേഷൻസിലേക്ക് കൊണ്ടുവരികയും കമ്പനികൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഫാർമ സെക്ടറിൽ നടക്കുന്ന ഡാറ്റ ബ്രീച്ച് പറയാറുണ്ട്. പിപ്ക പോലുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടുവന്നത്. പക്ഷെ നമ്മൾ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് നമ്മൾ ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ ഫോംസ് ഫില്ല് ചെയ്ത് കൊടുക്കും. അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മുടെ ഉണ്ടാവും. അതെല്ലാം പോകുന്നത് ഇൻഡിവിജ്വൽ ഡാറ്റ സെർവറുകളിലേക്കായിരിക്കും ആശുപത്രികളുടെ. ഇതുപോലെ തന്നെയാണ് ഫാർമ സെക്ടറിൽ നടക്കുന്ന അവർക്ക് കിട്ടുന്ന ഡാറ്റയും ആശുപത്രിയിൽ നിന്നൊക്കെ തന്നെ കിട്ടുന്ന ഡാറ്റയും അവരുടെ അടുത്തുണ്ടാവും. ഇത് എത്രമാത്രം സുരക്ഷിതമാണ് ഈ ആശുപത്രികളിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ? ഇറ്റ്സ് സാഡ്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. അതായത് വെൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അനൗൺസ് ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിൻ, ബേസിക്കലി ദ ഫസ്റ്റ് തിങ് വി ഷുഡ് ഹാവ് ഡൺ വാസ് ടു ബ്രിങ് കംപ്ലൈൻസസ് ഇൻ ടു ഇന്ത്യ. ഇന്ത്യയിൽ കംപ്ലൈൻസുകൾ ഒട്ടുമില്ല. US-ലൊക്കെയാണ് മെഡിക്കൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് HIPAA കംപ്ലൈൻസുകളുണ്ട്. നമുക്ക് ഇവിടെ എങ്ങനെയും സ്റ്റോർ ചെയ്യാം? അതിന് ഇറ്റ്സ് എ ബെയിൻ ആൻഡ് ബൂൺ സിറ്റുവേഷൻ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ പലയിടത്തും ഫോം ആണെങ്കിൽ പിന്നെ ഓക്കെയാണ്, കുറച്ച് കഴിയുമ്പോൾ കത്തിച്ച് കളയും. പക്ഷേ ഇപ്പോൾ ഫോമിൽ എടുത്തിട്ട് അവർ ഓൺലൈൻ ആഡ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. ഈ ജർമ്മനിയിൽ ഒരു റാൻസംവെയർ അറ്റാക്ക് നടക്കുന്നു. റാൻസംവെയർ അറ്റാക്ക് നടന്നതിന് ശേഷം അവിടെ പേഷ്യൻറ്റ് മരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റ് അഡ്മിറ്റ് ചെയ്യാൻ അവർക്ക് അറിയില്ല. അതായത് അവർക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ കമ്പ്യൂട്ടർ ഓൺ ആകണം. സോ ദേ ഡിഡ്ന്റ് അഡ്മിറ്റ് എ പേഷ്യൻറ്റ്. ഹി വാസ് ഹാവിങ് കാർഡിയാക് അറസ്റ്റ്. അപ്പോൾ ഇദ്ദേഹം മരിക്കുന്നു. അപ്പം ഞാനിത് വളരെ രസകരമായി ഇത് വായിച്ചു വിട്ടു. സൈബർ അറ്റാക്കിന് ഇങ്ങനെയുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാകുമോ എന്നുള്ളത് ഒരു 6-7 വർഷം 8 വർഷം മുമ്പ് ഞാൻ വായിച്ചു വിട്ടു. പക്ഷേ 2 വർഷം നമ്മുടെ RCCയിൽ ഉണ്ടായില്ലേ? കീമോതെറാപ്പി എത്രയോ ദിവസങ്ങൾ റാൻസംവെയർ അറ്റാക്ക് കാരണം സ്റ്റോപ്പ് ചെയ്തിരുന്നു. സോ ബേസിക്കലി ഇറ്റ്സ് ഓൺ അവർ ഡോർ സ്റ്റെപ്സ്. ഇതിന് 2 ചലഞ്ചുള്ളത്. ഡാറ്റ സുരക്ഷ ഒരു ചലഞ്ച്, രണ്ടാമത്തെ നമ്മുടെ സിസ്റ്റംസ് ഡിസ്ട്രപ്റ്റ് ആകുന്നു. നമ്മളെല്ലാം കണക്റ്റഡ് ഡിവൈസസ് ആയി യൂസ് ചെയ്യുന്നത്. നാളെ ഒരു വലിയ സൈബർ അറ്റാക്ക് കാരണം നമ്മുടെ പവർ കട്ട് ഉണ്ടായേക്കാം. കഴിഞ്ഞ വർഷം ബോംബെയിൽ ഒരു ലാർജ് സ്കെയിൽ പവർ കട്ട് ഉണ്ടായ സമയത്ത് എല്ലാവരും വിശ്വസിച്ചിരുന്നത് ഏതെങ്കിലും ഫോറിൻ കൺട്രീസ് നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണ് സൈബർ ലെവലിൽ, സോ ദാറ്റ് ദ എൻറ്റയർ പവർ ഗ്രിഡ് വെൻഡ് ഓഫ്. സോ ബേസിക്കലി അതൊരു പ്രശ്നമാണ്. നാളെ നമ്മൾ ഈ ഡിപ്പെൻഡൻസി ഭയങ്കരമായി കൂടിക്കഴിഞ്ഞാൽ ഗ്രാജുവലി നമ്മുടെ സിസ്റ്റംസ് എല്ലാം കണക്റ്റഡ് ആണ്. MRI സ്കാൻ എടുക്കുന്ന മെഷീൻസ് മുതൽ ഡയാലിസിസ് ചെയ്യുന്ന മെഷീൻസ് എല്ലാം വളരെ ടെക്നോളജിക്കലി കണക്റ്റഡും ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണ്. നാളെ നെറ്റ്വർക്ക് കണക്ഷൻസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഡൗൺ ആകാം, നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റാതിരിക്കാം. അപ്പം അത് ഒരു കേസ്. രണ്ടാമത്തേത് ഫാർമ സെക്ടർ. IPCA നമ്മൾ പറഞ്ഞു. IPCA അല്ലാതെ സൺഫാർമ, ഗ്ലെൻമാർക്സ്, ഡോക്ടർ ലാൽസ് പാത്ത് ലാബ്സ് ഇവരെല്ലാം കഴിഞ്ഞ ഒരു 3 വർഷമായി ഭയങ്കര ശക്തമായി അറ്റാക്കുകൾ ഫേസ് ചെയ്യുന്നു. നമുക്ക് ആസ് എ കൺട്രി നമുക്കിപ്പോഴും മനസ്സിലാത്തൊരു കാര്യമുണ്ട്. അതായത് സൈബർ അറ്റാക്സിന് ഡിസ്റപ്റ്റിംഗ് യുവർ ഗ്രോത്ത് എന്നുള്ളൊരു ആംഗിളോടുണ്ട്. ഇഫ് യുവർ എനിമി വോണ്ട്സ് ടു സ്റ്റീൽ യുവർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, നിങ്ങളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി സ്റ്റീൽ ചെയ്യണമെങ്കിൽ അവർക്കൊരു സ്പൈയെ വിട്ട് നിങ്ങളുടെ എന്താ പറയുന്നത് ഓഫീസിനകത്ത് ഇരുത്തി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് നിങ്ങളുടെ സെർവേഴ്സ് ഹാക്ക് ചെയ്താൽ അവർക്ക് വേണ്ട എക്സ്ട്രീം ബ്ലൂ പ്രിൻറ്റ്സ് കിട്ടും. ഈ പറഞ്ഞ പല ഡാറ്റ ബ്രീച്ചുകളിൽ 4 TB മുതൽ 5 TB മുതൽ പല ലാർജ് സ്കെയിൽ ഡാറ്റ ആണ് പോയിരിക്കുന്നത്. അതിൽ ഉറപ്പായിട്ടും അവരുടെ ഏറ്റവും വലിയ ബ്ലൂ പ്രിൻറ്റ്സ് ഉണ്ടായിരിക്കും. വെൻ വി സേ ദാറ്റ് നമ്മൾ ഇത്രയും വലിയ ഫാർമ സെക്ടറിൽ ഭയങ്കരമായി ഗ്രോ ചെയ്യുന്നു, നമ്മൾ ട്രഡീഷണൽ മെഡിസിൻസ് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഡാറ്റ ബ്രീച്ചുകൾ ഇറ്റ്സ് വെരി മച്ച് കൺസേണിങ്. IP റൈറ്റ്സ് പോലും ലീക്കായി പോകുന്നുണ്ട്. രണ്ടാമത്തെ ഒരു വലിയ എക്സാമ്പിളാണ് ഭാരത് ബയോടെക്. അവർ കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ച് അടുത്ത ദിവസം തന്നെ ചൈനീസ് സൈബർ അറ്റാക്ക് വാസ് ദെയർ
ഓൺ ദർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അവരത് പ്രൊട്ടക്ട് ചെയ്തു. അപ്പം ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് കസ്റ്റമേഴ്സും ഉണ്ട്, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് കമ്പനീസും ഉണ്ട്. പക്ഷേ പലപ്പോഴും ഇത് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്നു. അപ്പം ഈ ഡാറ്റ പിന്നെ എവിടേക്ക് പോകുന്നു? ഈ ഡാറ്റ കസ്റ്റമർ ഡാറ്റ ഉണ്ടെങ്കിൽ നോർമലി വേറെ ഏതെങ്കിലും ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടി പോകുന്നു. ഇവൻച്വലി ഇറ്റ് ഹാസ് എ ഗ്ലോബൽ ഇമ്പാക്ട് വെയർ കോമ്പറ്റീറ്റേഴ്സ് ക്യാൻ ഓൾസോ ടേക്ക് ഡാറ്റ. അപ്പം ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് റൺ ചെയ്യുന്നത്. അപ്പം ഹെൽത്ത് സെക്ടർ ഹാസ് ടു ബി ഹൈലി കംപ്ലൈൻറ്റ്, ബിക്കോസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൂമിംഗ് ആയിട്ടൊരു സെക്ടറാണ്. ഈ ഡാറ്റ എന്തിനു ഉപയോഗിക്കുന്നു, എങ്ങനെ ഷെയർ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് സ്ട്രോങ് ആയി ഇപ്പോൾ പോലൊരു കംപ്ലൈൻറ്റ്സ് ഇവിടെ ഇല്ല. അത് എത്രയും പെട്ടെന്ന് വരണം എന്നുള്ളതാണ്. ബിക്കോസ് ഓൾറെഡി ഈ സെക്ടറിൽ AI ഡാറ്റ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോഴും വി ആർ ഇൻ ദ ബേസിക് സ്കൂൾ, പക്ഷേ ഈ ഡാറ്റേഴ്സ് എടുത്തിട്ട് നമ്മളത് ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു AI-യിൽ, സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ലോക്കലൈസ്ഡ് ഇൻപുട്സ് ആൻഡ് ഇൻ്റലിജൻസ്. നമ്മളിൽ പല സാധാരണക്കാരും ഇപ്പം ശമ്പളം കിട്ടുന്ന 2-3 ദിവസമേ അക്കൗണ്ടിൽ പൈസയൊക്കെ കാണാറുള്ളൂ. സാധാരണ നമ്മൾ വിചാരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഒരുപാടില്ല, ഉള്ളിൽ തന്നെ പൈസയില്ല. അപ്പോൾ എൻ്റെ ഫോൺ നമ്പറും എൻ്റെ പേരും ഒക്കെ കിട്ടിയിട്ട്, ആധാർ നമ്പറൊക്കെ കിട്ടിയിട്ട് എന്താണ് ഒരു ഹാക്കർക്ക് ഗുണമുള്ളത് എന്നൊരു ചോദ്യം തോന്നാം സ്വാഭാവികമായിട്ടും. അതിൻ്റെ ഗുണം എന്താണ് അവരെ കൊണ്ട്? സോ ബേസിക്കലി ഇപ്പോൾ എൻ്റെ അച്ഛനും എന്നോട് ഇത് ചോദിച്ചിരുന്നു, ഈ എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ പിൻ ലീക്കായിട്ട് ആർക്ക് എന്ത് കിട്ടാനാണ് എന്നുള്ളത്. എൻ്റെ ഈ ഡാർക്ക് വെബിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 2013-14 കാലഘട്ടത്തിലാണ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ഒരു കേരളത്തിൽ പ്രശസ്തമായ ബാങ്കിൻ്റെ ചങ്ങനാശ്ശേരി ബ്രാഞ്ചിലെ ഒരാളുടെ ഡെബിറ്റ് കാർഡ് ഡാറ്റ ഇൻ്റർനെറ്റിൽ വിൽക്കാൻ വെച്ചത് കണ്ടതാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയി വന്നത്. അപ്പം എനിക്ക് അതുവരെ എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്താ പറയുന്നത്, എക്സ്-ടയർ സിറ്റീസ്, മേ ബി ഡൽഹിയിലെ ഒരു സിറ്റി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡാറ്റയ്ക്ക് ഭയങ്കരമായ വോളിയം കാണും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ടയർ വണ്ണിയിലെ പണക്കാർക്ക് മാത്രം, അല്ലെങ്കിൽ ഭയങ്കരമായി ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസിന് മാത്രമാണ് ഇതൊരു സുരക്ഷാ ഭീഷണിയായിട്ട്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ സ്കാമുകളിൽ 100 രൂപ നഷ്ടപ്പെടുന്ന 1 ലക്ഷം ആളുകളൊക്കെ ഉണ്ട്. അപ്പം നോർമലി നോ വൺ റെസ്പോണ്ട് സെയിങ് ദാറ്റ് എൻ്റെ 100 രൂപയല്ലേ പോയേക്കുന്നത്, 1 ലക്ഷം പേരാണ് പോകുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് എ ക്രോർ. അപ്പോൾ നോർമലി ഇങ്ങനത്തെ ഇത് റിപ്പോർട്ടഡ് ആകില്ല. ഇങ്ങനത്തെ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് കാർഡ് ഡാറ്റ ചോർന്ന് നമ്മുടെ ഇപ്പോൾ പറ്റത്തില്ല, OTP വേണം നമുക്കൊരു ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ നടത്താൻ. പണ്ട് ഇന്റർനാഷണൽ പോർട്ടൽസിലൊക്കെ നടത്താമായിരുന്നു. ഇപ്പോഴും ചില പോർട്ടൽസിലൊക്കെ നമ്മുടെ കാർഡ് നമ്പേഴ്സ് കിട്ടിയാൽ നടത്താൻ പറ്റും. നമുക്ക് പോകുന്നത് 20 രൂപയായിരിക്കും എന്ന് വിചാരിക്കുക, പക്ഷെ നമ്മളതിൽ ബോധേഡ് അല്ല. നമ്മൾ എപ്പോഴും തോന്നുന്നു നമ്മുടെ 1 ലക്ഷം രൂപ പോകുന്നില്ലല്ലോ, 20 രൂപ പോകുന്നത് ഓക്കെയാണ് എന്നുള്ളതാണ്. സോ ബേസിക്കലി ഐ സ്ട്രോങ്ലി ബിലീവ് ഈ 20 രൂപ പോകുന്നിടത്താണ് ഇറ്റ്സ് ദ ഫസ്റ്റ് സ്പേസ്. ഏത് സ്കാം നടന്നാലും, ഇപ്പം ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ബോംബെയിൽ നടന്നുകൊണ്ടിരുന്ന അദാനി ഇലക്ട്രിസിറ്റി, അദാനി വാട്ടർ, അങ്ങനെ എന്തോ ഒരു ബ്രാൻഡ് ഉണ്ട്. അപ്പം അതിൻ്റെ പേയ്മെൻറ്റ് സമയത്ത് നിങ്ങൾക്കൊരു ഇമെയിൽ ലിങ്ക് കിട്ടും. ഒരു ഗൂഗിൾ ഫോമാണ്. അതിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി പേയ്മെൻറ്റ് അതിൽ നിന്ന് കട്ട് ചെയ്യുമെന്ന് പറയും. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, സാറ്റ്ലി ഇതിലൊക്കെ ഫോളോ ഓഫ് ചെയ്യുന്നത് എല്ലാം എഡ്യൂക്കേറ്റഡ് ക്ലാസ് ആണ്. അവർ ഇത് പോയിട്ട് അവിടെ ഇത് എൻ്റർ ചെയ്യുന്നു. എൻ്റെ ഒരു സുഹൃത്ത് എൻ്റർ ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ആദ്യം 15 രൂപ പോകുന്നു, പിന്നെ പോകുന്നത് 35,000 വിത്തിൻ 1 hour അവരുടെ 5 ലക്ഷം രൂപ ഇതിൽ നിന്ന് പോകുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മളുടെ ഒരു ഡാറ്റ വെളിയിൽ വന്നാൽ നമുക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നത്. അപ്പം 20,000 രൂപ ഉള്ളവൻ്റെ 5,000 രൂപ ആയിരിക്കും പോകുന്നത്, 20 ലക്ഷം രൂപ ഉള്ളവൻ്റെ 5 ലക്ഷം രൂപ അവർ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി. അപ്പം നോർമലി നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ പറ്റിക്കപ്പെടും എന്നുള്ളൊരു സൈക്കോളജിക്കൽ ഇത് ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മുടെ 15 രൂപ പോലും പ്രശ്നമില്ല, നമ്മുടെ അക്കൗണ്ടിൽ എന്തുണ്ട് എന്നുള്ളൊരു ചോദ്യം വരുന്നതെന്ന് തോന്നുന്നു. പക്ഷേ വി ആർ ഓൾ ടാർഗറ്റഡ്. അവർക്ക് 15 ലക്ഷം വേറെ 15 രൂപ വെച്ച് മതി. Their purpose is done. ഫാൽക്കൺ ഫിറ്റ്സ് നിന്ന് ഒരു 55-ലധികം രാജ്യങ്ങളിൽ ഒരുപാട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും സർക്കാർ കമ്പനികളൊക്കെ ഇതിൻ്റെ ക്ലയൻസ് ആയിട്ടുണ്ട്. അപ്പം ഇതിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള മൾട്ടി നാഷണൽ കമ്പനീസ് വേറെ ഉണ്ടാകാം. അപ്പം അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു ഓഫർ ചെയ്യുന്ന ഒരു സർവീസ് എത്രത്തോളം കോമ്പാറ്റബിൾ ഇൻ ദ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം നമ്മൾ ഡാറ്റ ടു ഫസ്റ്റ് ആണ്. അതായത് ഡാറ്റ ആദ്യം നൽകുക എന്നുള്ള ഒരു പോളിസിയാണ് നമ്മൾ എപ്പോഴും സ്വീകരിക്കുന്നത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് കഥയാണ് സാർ. ലൈക്ക് 2023 ഞാൻ ഫാൽക്കൺ ഫിറ്റ്സ് ഒരു പ്രോഡക്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ഐ റിയലി സ്ട്രഗിൾ ഇൻ ദ ഫസ്റ്റ് 2 months. ഇത് നമ്മളൊരു പുതിയ പ്രോഡക്റ്റാണ്. പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു പ്രോഡക്റ്റ് ഇന്ത്യൻസ് ഉണ്ടാക്കുന്നത് എന്തിനാണ്, ഇത് ശരിക്കും ഇസ്രായേലീസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ഈ ഡാറ്റ ബിസിനസ്, സൈബർ ത്രെറ്റ് ഡാറ്റയൊക്കെ വിൽക്കുന്നത് കൂടുതലും ഇസ്രായേലി കമ്പനീസ് ഒക്കെയാണ്. അപ്പം നിങ്ങൾ എന്തിനാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, അവിടെ വേറെ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ടല്ലോ. ബട്ട് വി വെർ സോ ഷുവർ ദാറ്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു യുണീക് പ്രൊപ്പോസിഷൻ ഉണ്ട്. അതായത് ഏതൊരു റിസർച്ചറിന് മുതൽ നമ്മുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അവരുടെ ഡേ ടു ഡേ പ്രാക്ടീസിൽ കൊണ്ടുവരേണ്ട ഒരു ആസ്പെക്ട്സ് ആണ് നമ്മൾ ഫാൽക്കൺ ഫിറ്റ്സിൽ കൊണ്ടുവന്നത്. ഐ വാസ് ഇൻസ്പയർഡ് ബൈ 2 brands. ഒരു ബ്രാൻഡ് ടെക്നിക്കലി നമ്മൾ പറയുന്നത് പോലെ ഈ ടാലി എന്നൊരു ബ്രാൻഡാണ്. അങ്ങനത്തെ 1-2 ബ്രാൻഡ്സിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ആളുകൾക്കൊരു പ്രാക്ടീസ് ബിൽഡ് ചെയ്താൽ നോർമലി ആളുകൾ ഏത് ബ്രാൻഡ് യൂസ് ചെയ്യും, അത് ഇന്ത്യൻ ആണോ ആഫ്രിക്കൻ ആണോ എന്നൊന്നും നോക്കില്ല. സോ ഗ്രാജുവലി ഐ റിമെമ്പർ ലൈക്ക് ഇൻ 2023 നവംബറിലായിരിക്കും എനിക്കൊരു ഇമെയിൽ വരുന്നു.
KPMG സിംഗപ്പൂർ ഒരു ഇമെയിൽ അയക്കുന്നു, ഞാൻ നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നോക്കി, ട്രയൽ യൂസ് ചെയ്ത് നോക്കി, ഇത് ഭയങ്കര രസകരമായി തോന്നുന്നുണ്ട് ഈ പ്ലാറ്റ്ഫോം, ഞങ്ങൾക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമുമായിട്ട്. അപ്പം ഞാൻ ശരിക്കും വിചാരിച്ചത് ഒരു സ്കാമർ ഞങ്ങളെ പറ്റിക്കുകയാണ്. ശരിക്കും KPMG പോലൊരു സ്ഥാപനത്തിന് നമ്മളുടെ പ്ലാറ്റ്ഫോം മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. വി വെന്റ് ഓൺ ടു കോൾ വിത്ത് ദം. അപ്പോൾ ഇവർ വരുന്നു, ഇവർ നമ്മുടെ അടുത്ത് പ്രൈസിങ് പറയുന്നു, നമ്മൾ നമുക്ക് അന്ന് അടുത്ത മാസത്തെ അല്ലെങ്കിൽ അടുത്ത 2 മാസം സർവൈവ് ചെയ്യാനുള്ള ഒരു പൈസ പറയുന്നു. അപ്പോൾ അവർ നമ്മളോട് ഒരു ഓഫർ തരുന്നു, അതായത് വി വോണ്ട് യു ടു, നമുക്ക് ഇത്രയും ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങൾ അതിലേക്ക് ഫിറ്റ് ഇൻ ചെയ്തോളൂ, ബിക്കോസ് വി വോണ്ട് യു ടു സർവൈവ്, ബിക്കോസ് ഞങ്ങളുടെ ഡിപ്പെൻഡൻസ് മുഴുവൻ നിങ്ങളുടെ പ്രോഡക്റ്റിലാണ്. വി ഡോണ്ട് വോണ്ട് ടു വർക്ക് വിത്ത് എ ബ്രാൻഡ്, അടുത്ത വർഷം കഴിയുമ്പോൾ അങ്ങ് ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു ബ്രാൻഡുമായിട്ട് വർക്ക് ചെയ്യുന്നതിനോട് നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു പോകുന്നു. നമ്മൾക്കത് ഒരു ഭയങ്കര ഒരു മിറാക്കുലസ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞൊരു 3 മാസം, സ്റ്റിൽ ഐ റിമെമ്പർ, ഇറ്റ് വാസ് ഇൻ ജാനുവരി ഓർ ഡിസംബർ 2023 ഓർ 24 ജാനുവരി, ലക്സംബർഗിൽ നിന്ന് ഖത്തർ എമീർ ഓൺ ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ബാങ്ക്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് നമ്മളെ അപ്രോച്ച് ചെയ്തിട്ട് പറയുന്നു 3 വർഷത്തെ ലൈസൻസ് മേടിക്കണം. സോ ഇറ്റ് വാസ് ലൈക്ക് എ ഷോക്ക് ഫോർ അസ്. എന്തിനാണ് അവർ 3 വർഷം? ഞങ്ങൾ തന്നെ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും 3 വർഷത്തെ ലൈസൻസ് മേടിക്കുന്നത്? വി ഡോണ്ട് നോ വെദർ വിൽ ബി ഏബിൾ ടു റൺ ദിസ് ഫോർ 3 years. ബട്ട് ദേ വെർ സോ ഇൻട്രസ്റ്റഡ് സെയിങ് ദാറ്റ് ഞങ്ങൾക്കിത് വേണം, ഞങ്ങളുടെ ഡേ ടു ഡേ പ്രാക്ടീസ് ഞങ്ങൾ റിസർച്ചർ ലൈസൻസിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് വാസ് അവർ ബിഗിനിങ്. So that got us a grip saying that if you make products which can be used daily, people will use it. So gradually it happened like that. അതിനൊരു എന്താ പറയുന്നത്, once you deliver quality data, once you deliver quality intelligence, I believe people will chase us, and that is happening, widely happening. അപ്പം ചില ക്ലോസസ് ഒക്കെ കാരണം നമുക്ക് ചില ക്ലയൻസിൻ്റെ ഒന്നും പേര് പറയാൻ പറ്റില്ല, പക്ഷേ ചില ഫോറിൻ ഗവൺമെൻറ്റ്സ് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്. ആക്ച്വലി നമ്മളൊരു ഇന്ത്യ ടു ദ വേൾഡ് മോഡലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മൾ പറയും ഇന്ത്യ ആകെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് BPO സർവീസസ് ആണ്, IT സെക്ടർ. നോ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ദർ ആർ മെനി ലോൺ വുൾഫ്സ് ലൈക്ക് ദിസ്. വളരെ ഡീപ് ടെക്കിൽ ഇങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടൊക്കെ കമ്പനികൾ റൺ ചെയ്യുന്നത് US ഗവൺമെൻറ് ഈസ് എ കസ്റ്റമർ. US ട്രഷറി നമ്മുടെ കസ്റ്റമറാണ്. അപ്പം ഇത് പലർക്കും വിശ്വസനീയമല്ല അത് എങ്ങനെ കിട്ടി എന്നുള്ളത്. ഞങ്ങൾ മാർക്കറ്റ് ചെയ്തില്ല, നമ്മൾ നമ്മുടെ റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റിയെ കൂടെ സോളിഡ് ആക്കി, ആൻഡ് പീപ്പിൾ കെയിം ടു us. So it was like I would say it's a miracle, like how they got attracted to a Kerala-based company. ഇപ്പോൾ ഈ ഇറാനിൽ യുദ്ധം നടക്കുന്നു, യുക്രൈനിൽ യുദ്ധം നടന്നിരുന്ന സമയം ഉണ്ടായിരുന്നു. ഈ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് രാജ്യങ്ങൾ തമ്മിലൊരു സൈബർ വാർ സാധാരണയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ത്യക്കും ഇന്ത്യയുടെ നൈബേഴ്സിനായിട്ടും ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യ എന്നല്ല നോക്കുമ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് ത്രെറ്റ്സ് പലപ്പോഴും പാകിസ്ഥാനുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് കാണാറ്. അതിലൊതുങ്ങുന്നതാണ് നമ്മുടെ ഒരു ത്രെട്ട്. No, India is widely targeted by multiple countries. ഇപ്പം സ്റ്റേറ്റ് സ്പോൺസേർഡ് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക, ചൈനയും നമ്മളെ റഷ്യയും അല്ലെങ്കിൽ ഈ പറയുന്ന ലൈക്ക് നോർത്ത് കൊറിയയൊക്കെ വൈഡ്ലി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെല്ലാത്തിനും അനലൈസ് ചെയ്യുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് തമ്മിലുള്ള ബന്ധം കൊണ്ടാണ്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ദ ഫാക്ട്. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ഏറ്റവും കൂടുതൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്തത് റഷ്യൻ വാറിൽ നിന്നാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സൈബർ ത്രെറ്റ് എന്താ പറയുക ആക്ടിവിറ്റി നമ്മൾ സ്പോട്ട് ചെയ്തത്. പിന്നെ അത് ഇസ്രായേൽ പലസ്തീൻ ക്രൈസിസിലേക്ക് വന്നു. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സ്കേറിയസ്റ്റ് സിറ്റുവേഷൻ വാസ് ഇസ്രായേൽ ഇറാൻ വാർ. ഏറ്റവും സൈബറിൽ നമ്മൾ ലൈക്ക് അത് ഫിസിക്കലിയും ഭയങ്കര സ്കേറി ആയിരുന്നു. സൈബർ വേൾഡിൽ നമ്മൾ ഏറ്റവും സ്കേറി ആയിട്ട് കണ്ട ഒരു ഫാക്ടറാണ്. ഏറ്റവും രസകരമായ സംഭവം, നമ്മൾ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ആണ് ഇറാനിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അവരുടെ സൈബർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വെർ വെരി ആക്റ്റീവ്. സംവെയർ ആക്റ്റീവ് ഫ്രം ചൈന, സംവെയർ ആക്റ്റീവ് ഫ്രം കൊറിയ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലാർജ് സ്പ്രെഡ് എക്കോസിസ്റ്റമാണ് ഈ സൈബർ വാർ നടക്കുന്നത്. അപ്പം ഏതൊരു കാര്യത്തിനും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്ന നാളെ പ്രൈം മിനിസ്റ്റർ മോദി ഈസ് ഗിവിംഗ് എ സ്റ്റേറ്റ്മെന്റ്, നെക്സ്റ്റ് ഡേ ദർ ഇസ് എ സൈബർ അറ്റാക്ക് ഓൺ us. കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന ജന്തർ മന്തർ പ്രൊട്ടസ്റ്റ് ബൈ CJP, അപ്പോൾ അതിനൊരു സൈബർ ഇമ്പാക്റ്റ് ഉണ്ട്. അതിനെ പല ഗവൺമെൻറ്സും അതിൻ്റെ ഒരു ഫോറിൻ ഗവൺമെൻറ്സ് ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് അറ്റാക്കേഴ്സ് അല്ലെങ്കിൽ ഹാക്ടിവിസ്റ്റ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അതായത് ആക്ടിവിസ്റ്റുകളുടെ ഓൺലൈൻ വേർഷനാണ് ഹാക്ടിവിസ്റ്റ്. സോ ഇൻട്രസ്റ്റിംഗ്ലി മെജോറിറ്റി സ്കാമേഴ്സ് ആയിരിക്കും, പക്ഷേ ഒരു സീരീസ് ഓഫ് ഹാക്കേഴ്സ് റിയലി ഈസ് ഫോക്കസ്ഡ് ഓൺ ഡൂയിങ് റെഗുലർ അറ്റാക്സ്. G20 നടന്ന സമയത്ത് ഞങ്ങൾ തന്നെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 120ഓളം വരുന്ന ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകൾ ഇന്ത്യയിലെ പല എൻറ്റിറ്റി, സ്റ്റാർട്ടിങ് ഫ്രം ഡൽഹി പോലീസ് ടു ഡൽഹി മെട്രോ ടു എയർപോർട്ട്സ് ടു വൈഡ്ലി ടാർഗറ്റഡ് ആയിരുന്നു 3 ദിവസം. അപ്പം സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഹാപ്പനിങ്. സോ പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വി ഓൺലി ഗെറ്റ് എക്സൈറ്റഡ് വെൻ ഇറ്റ് ഈസ് പാകിസ്ഥാൻ. നമ്മളെപ്പോഴും നമുക്കൊരു എക്സൈറ്റ്മെന്റ് വരുന്നത് പാകിസ്ഥാനെ ക്രിക്കറ്റ് തോപ്പിക്കുന്ന പോലെ പാകിസ്ഥാൻ നമ്മളെ സൈബർ അറ്റാക്ക് ചെയ്തു എന്ന് ധരിപ്പിക്കാനാണ് നമുക്ക് ഭയങ്കരമായ ആഗ്രഹം വരുന്നത്, വിച്ച് ഈസ് ടെക്നിക്കലി നോട്ട് the fact, because പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്ന പോലെ ചൈനയും ചെയ്യുന്നുണ്ട്, റഷ്യയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റഷ്യൻ നോർത്ത് കൊറിയൻ ലിങ്ക് ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഇന്ത്യയെ കണ്ടിന്യൂസ് ആയി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പം സൈബർ സ്പേസുകളെ പൊളിറ്റിക്കൽ സ്ട്രഗിൾസും അതുപോലെ യുദ്ധങ്ങളൊക്കെ അങ്ങോട്ട് ബാധിക്കാറുണ്ടെന്നാണ്. പക്ഷെ അതുപോലെയുള്ളൊരു വൾണറബിലിറ്റിയാണ് നമ്മുടെ സൈബർ സ്പേസുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു
പൊളിറ്റിക്കൽ സിനാരിയോനെ സ്വാധീനിക്കാൻ ഒരു ഔട്ട്സൈഡ് പ്ലെയറിന് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. 2024 ഓപ്പൺ ഐ പുറത്തോട്ട് റിപ്പോർട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇസ്രായേലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ഇന്ത്യൻ പൊളിറ്റിക്കൽ നറേറ്റീവ്സിന് വേണ്ടി ഓപ്പൺ ഐയുടെ ChatGPT ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഡിസ്ഇൻഫർമേഷൻ ആൻഡ് മിസ്ഇൻഫർമേഷൻ വാർ ഈസ് വെരി സ്ട്രോങ്. നമ്മൾക്കത് മനസ്സിലാകാത്തതുകൊണ്ടാണ് ചിലപ്പം നമ്മൾ കാണുന്ന പല ഫേക്ക് വീഡിയോസ്, ഡീപ് ഫേക്ക് വീഡിയോസ് ഒക്കെ വളരെ വൈഡ്ലി ഒരു ഫോറിൻ പെർപെട്രേറ്ററിന് ഉറപ്പായിട്ടും ചെയ്യാം. അവരുടെ മോസ്റ്റ് ഈസിയസ്റ്റ് മെക്കാനിസമാണ് ഈ പറഞ്ഞേക്കുന്നതുകൊണ്ട് ഇത് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അൺലക്കിലി നമുക്കത് മനസ്സിലാകാൻ കുറേ സമയം എടുക്കുന്നു. നമുക്കതിനെ എഫക്റ്റീവ്ലി കൗണ്ടർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ്സ് ഒക്കെ അറിയാമല്ലോ, അത് വളരെ മാനുവലാണ്, ഇറ്റ്സ് ഓൺ ടൈം. പക്ഷേ അത് ആ സമയത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആകുന്നു. സോ പാകിസ്ഥാൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഐ തിങ്ക് ഇന്ത്യയുടെ കോവിഡ് ടൈമിങ്ങിൽ മാസ് ആയിട്ട് ആളുകൾ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്ന ഡൽഹിയിലൊക്കെ നമ്മൾ കണ്ടാണല്ലോ ലേബേഴ്സൊക്കെ. അപ്പം അവിടെ പാകിസ്ഥാൻ്റെ വളരെ ശക്തമായ ഇൻവോൾവ്മെൻറ്റ് വന്നിരുന്നു. CAA പ്രൊട്ടസ്റ്റിൻ്റെ സമയത്ത് ദർ വാസ് ക്ലിയർ എവിഡൻഷ്യൽ തിങ് ദാറ്റ് പാകിസ്ഥാൻ ട്രൈ ടു പ്ലാൻ സം ന്യൂസസ് ടു ക്രിയേറ്റ് സം കൈൻഡ് ഓഫ് എ ഡിസ്റപ്ഷൻ. മൂന്നാമത്തേത് ഗൽവാൻ വാലി ക്ലാഷസ് നടന്ന സമയത്ത് ഞങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ചൈനീസ് ബോട്ട് അക്കൗണ്ട്സ് യൂസ് ചെയ്തിട്ട് ചൈനീസ് ആണെന്ന് പറഞ്ഞിട്ട് ISI ഓപ്പറേറ്റഡ്, ഞങ്ങളതിനെ ടു ആൻ എക്സ്റ്റെൻറ്റ് അതിനെ പിൻ പോയിന്റ് ചെയ്തിരുന്നു ഇസ്ലാമാബാദിലെ ഒരു സ്ഥലത്തേക്ക്. അവിടെ നിന്ന് ഒരു ഏജൻസി, ഒരു സോഷ്യൽ മീഡിയ ഏജൻസി ഇവഞ്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേക്ക് ന്യൂസുകൾ, ഇന്ത്യയുടെ ഡിഫൻസ് വീക്കാണ്, ഇന്ത്യയുടെ മിലിറ്ററി സെറ്റപ്പ് വീക്കാണ്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ. സോ നോർമലി ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഇതിനൊരു സ്ട്രോങ് ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മുടെ ആളുകൾ ഒരു വളരെ വളരെ ഒരു മേ ബി ഐ വുഡ് സേ ഒരു 35 years to 45 years മുകളിലുള്ള ആളുകളൊക്കെ ഒരുപാട് ഫേക്ക് ന്യൂസിൻ്റെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. യങ്സ്റ്റേഴ്സ് അറ്റ്ലീസ്റ്റ് ഇപ്പം അത് സത്യമാണോ ഫേക്ക് ന്യൂസ് ആണോ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ സ്റ്റിൽ ദർ ആർ എ സെക്ഷൻ ഓഫ് പീപ്പിൾ വിച്ച് റിയലി ബിലീവ്സ് ദാറ്റ് വാട്ട് എവർ യു സീ ഇൻ്റർനെറ്റ് ഈസ് റൈറ്റ്. ഞാൻ ശക്തമായ ഒരു ഇൻ്റർനെറ്റിനെ 100% ബിലീവ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റിനോടുള്ള എതിർക്കുന്ന ആളാണ്. ബിക്കോസ് വാട്ട് യു സീ ഇൻ ഇൻ്റർനെറ്റ് മേ നോട്ട് ബി റൈറ്റ്, വാട്ട് യു സീ ഇൻ്റർനെറ്റ് മേ നോട്ട് ബി ഫാക്ട്ഫുൾ. ഇൻ്റർനെറ്റിൽ കാണുന്ന പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. നിങ്ങളുടെ യുക്തി യൂസ് ചെയ്യുക. പണ്ട് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ ഇൻ്റർനെറ്റ് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കേൾക്കുന്ന ഒരു ഇൻഫർമേഷൻ എങ്ങനെ വെട്ട് ചെയ്യുമായിരുന്നു, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇതിൻ്റെ എക്സ്പേർട്സുമായിട്ട് സംസാരിക്കുമായിരുന്നു. പക്ഷേ നമ്മളിപ്പം ഡിപ്പെൻഡ് ചെയ്യുന്ന ഗൂഗിളിലാണ്. എവ്രി വൺ ടെൽസസ് ഇത് ഗൂഗിളിൽ ഇങ്ങനെ കണ്ടല്ലോ, ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ റിസൾട്ട്സ് വന്നല്ലോ. ഈ സെർച്ച് എഞ്ചിൻസ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വലിയ മെക്കാനിസം അല്ലേ ഗൂഗിൾ SEO അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്ങിലും നടക്കുന്നത്. അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള റിവ്യൂസ് എഴുതുന്നു, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള എന്താ പറയുന്ന ടെസ്റ്റിമോണിയൽസ് കൊടുക്കുന്നു. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയിൽ ഇൻഫ്ലുവൻസേഴ്സിന് യൂസ് ചെയ്ത് എന്തുമാത്രം ലോൺ ആപ്പുകളുടെ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് നടത്തിയത്. ഇവിടെ എത്രയോ ലോൺ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനും അല്ലെങ്കിൽ റമ്മി ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനും ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്തു. ഇന്റർനെറ്റിൽ കാണുന്ന സത്യമാണെങ്കിൽ ആളുകൾ സൂയിസൈഡ് ചെയ്തിട്ടില്ലേ ഇത് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത് പൈസ പോയിട്ട്. സോ നോർമലി യു ഷുഡ് നോട്ട് ബിലീവ് ഇൻ എവറിഥിങ് വാട്ട് യു സീ ഇൻ ഇന്റർനെറ്റ്. സോ എനി വൺ ക്യാൻ പ്ലാൻ എ നറേറ്റീവ് ആൻഡ് മേക്ക് ഇറ്റ് വൈറൽ, advertise it. And the most scary part is that ഇപ്പം മെറ്റ ഇന്ത്യയിൽ ചൈൽഡ് പോൺ റിലേറ്റഡ് കോണ്ടന്റ്സിന് അഡ്വർടൈസ്മെന്റ് അലൗ ചെയ്തിരുന്നു കുറേ കാലമായിട്ട്. അവർ അഡ്വർടൈസ്മെന്റ് സ്വന്തമായി കണ്ടുപിടിച്ച് റിമൂവ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. സോ ബേസിക്കലി ഇന്റർമീഡിയറി പ്ലാറ്റ്ഫോംസ്, ടെക്നോളജി പ്ലാറ്റ്ഫോംസ് ഡ്രിവൺ മിസ്ഇൻഫർമേഷൻസ് ഭയങ്കര ശക്തമായി റൺ ചെയ്യുന്നുണ്ട്. ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പം കിരൺ റിജിജു ഇന്ത്യയിൽ 50 ജഡ്ജിമാരെയും കൊണ്ട് വിംബിൾട്ടണിൽ പോയി ടെന്നീസ് കളിച്ചു എന്നുള്ളത്. 1000s of shares, 10,000s of shares, lakhs of shares. ഇത് കഴിഞ്ഞ വർഷം ജഡ്ജസിന് എല്ലാ വർഷവും നടത്തുന്ന ഒരു ബാഡ്മിൻ്റൺ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാർക്ക് നടന്ന ബാഡ്മിൻ്റൺ കോമ്പറ്റീഷൻ്റെ ഐ തിങ്ക് ഡൽഹിയിലെ ഏതോ വലിയൊരു സ്പോർട്സ് സ്റ്റേഡിയത്തിൽ നടന്ന ഒരു കോമ്പറ്റീഷൻ്റെ ക്ലിപ്പ് എടുത്തിട്ടാണ് CGIയും മിനിസ്റ്ററോട് നിൽക്കുന്ന വീഡിയോ ലീക്ക് ചെയ്യുന്നത്. ഇതിനൊരു എക്സ്റ്റേണൽ പെർപെട്രേഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ചിലപ്പോൾ ഗവൺമെന്റ്സിനെ പോലും പുൾ ഡൗൺ ചെയ്യാൻ സഹായിച്ചേക്കാം. ഇപ്പോൾ ഈ ടെലിഗ്രാം ഈ അടുത്ത് വലിയ ചർച്ചയ്ക്ക് വന്ന വിഷയമാണ്. അപ്പം ടെലിഗ്രാമാണ് ഇപ്പോൾ പലരും ഡ്രഗ്സ് ആയാലും മറ്റു കാര്യങ്ങൾക്കായാലും ഉപയോഗിക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പുകളാണെന്ന് പറയുന്നു. അപ്പോൾ അത് അങ്ങനെ സംവിധാനം ഇപ്പോഴും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു സാധുത എത്രത്തോളം ഉണ്ട്? ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ടെലിഗ്രാം ബാൻ ചെയ്യണം എന്ന് ശക്തമായി വാദിക്കുന്ന ഒരാളാണ്. ബിക്കോസ് ടെലിഗ്രാം ഹാസ് ബിക്കം എ ഹാർബർ ഫോർ സൈബർ ക്രിമിനൽസ്. അതിൽ എല്ലാമുണ്ട്. അതായത് കേരളത്തിൽ നടന്ന IS റിക്രൂട്ടിംഗ് മുതൽ ടെലിഗ്രാമിലൂടെ നടന്നിട്ടുണ്ട്. ഗോൾഡ് ദിനാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ പ്രശസ്തമായ ഗ്രൂപ്പുകളൊക്കെ പ്യുവർലി ടെലിഗ്രാമിലൂടെയാണ് റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരുന്നത്. ഇവഞ്ച്വലി പല രാജ്യത്തും ടെലിഗ്രാം, ഇന്ത്യയിൽ മാത്രമല്ല, ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഇന്ത്യ ടുക്ക് എ റോങ് ടൈം ടു ബാൻ ദിസ്. ഇന്ത്യയിൽ ഒരു റോങ് ടൈമിൽ ഒരു പൊളിറ്റിക്കൽ എന്താ പറയുന്ന ഒരു അതിന്റെ ഭാഗമായിട്ട് ബാൻ ചെയ്യപ്പെട്ടതാണ്. പക്ഷേ അതിന് മുമ്പ് ബാൻ ചെയ്യണമായിരുന്നു. നമ്മുടെ എല്ലാ നാഷണൽ സെക്യൂരിറ്റി ത്രെട്ടിലും ടെലിഗ്രാം ഉണ്ട്. മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്ലി എന്താ പറയുക, ഡ്രഗ്സ്
അതിൻ്റെ മൾട്ടിപ്പിൾ ബോട്ടുകളൊക്കെ പോലും റൺ ചെയ്യുന്നുണ്ട് ഡ്രഗ്സ് കിട്ടാനുള്ളത്. പക്ഷെ അത് ഡെലിവർ ആകുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ പലതും ഈ ഡാറ്റ ബ്രീച്ചുകൾ ഉൾപ്പെടെ, ഈ നീറ്റ് പേപ്പർ ലീക്ക് ഉൾപ്പെടെ, ടെലിഗ്രാം ഹാസ് ബീൻ ഫേസിങ് എ ലാർജ് സെഗ്മെന്റ് വയലേഷൻസ്. അതിലേറ്റവും ഉള്ളത് പൈറസി ഒരു വലിയ ഫാക്ടറാണ്. ഇവിടുത്തെ പല സിനിമകളും തിയേറ്ററിൽ ഓടാത്തതിനൊരു പ്രധാന കാരണം ഈ ടെലിഗ്രാമിൽ സിനിമ അവൈലബിൾ ആകുന്നതാണ്. അതായത് OTT-യിൽ പോലും സക്സസ്ഫുൾ ആകുന്നതിനാണ്. OTT-യിൽ ഒരു സിനിമ റിലീസ് ചെയ്താൽ ഇമീഡിയറ്റ്ലി അത് ടെലിഗ്രാമിലേക്ക് വരും. അപ്പോൾ ഇതൊരു വലിയ ഫൈനാൻഷ്യൽ ലോസും ടെലിഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ക്രിമിനൽ ആക്ടിവിറ്റി പോലെ തന്നെ ഒരു ലാർജ് സെഗ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ ലോസും ടെലിഗ്രാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ സ്ട്രോങ്ലി ബിലീവ് ഇപ്പോൾ അതൊരു റൈറ്റ് ടൈം ആയിരുന്നില്ല അത് ബാൻ ചെയ്യാനായിട്ട്. ബട്ട് ഐ want, or like I always propagate that it has to be permanently banned. കാരണം so any platform which is not ready to follow the law of the land has to be banned. രണ്ടാമത്തേത്, ടെലിഗ്രാം ഇപ്പോൾ പറയുന്നു ഞങ്ങൾ എല്ലായിടത്തും ഓംബുഡ്സ്മാൻമാരെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ലൈസൻസിംഗ് ഓഫീസേഴ്സിനെ വെച്ചിട്ടുണ്ട് എന്ന്. ടെലിഗ്രാമിന്റെ ഫൗണ്ടറായ പെരേൽ ഡുറോവിനെ ഫ്രഞ്ച് പോലീസ് ഫ്രഞ്ച് എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തതിന് ശേഷം അയാളെ കസ്റ്റഡിയിലെടുത്ത് അയാളെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷമൊക്കെയാണ് ഇത് സംഭവിച്ചത്. ടെലിഗ്രാം 40-50 രാജ്യങ്ങളിൽ ടെലിഗ്രാം ഇങ്ങനത്തെയുള്ള ശക്തമായ നടപടികൾ നേരിടുന്നു. ചൈൽഡ് പോൺ കോണ്ടന്റ് പോലും ടെലിഗ്രാമിൽ വന്നാൽ റിമൂവ് ചെയ്യാൻ താമസം എടുക്കുന്നു. ഫ്യൂ ഇയേഴ്സ് ബിഫോർ ടെലിഗ്രാമിൽ ആരോ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. എക്സാക്ട്ലി ആളുടെ പേര് ഓർക്കുന്നില്ല. അയാൾ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചു, ഐ യു വർക്കിംഗ് ഫോർ വാട്സാപ്പ്? അവർ വിചാരിക്കുന്നത് നമ്മൾ വാട്സാപ്പിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് ടെലിഗ്രാമിനെതിരെ സംസാരിക്കുന്നത്. ഞങ്ങളുടെ പൈറസി വയലേറ്റ് ചെയ്ത, അല്ലെങ്കിൽ ഞങ്ങളുടെ കോപ്പിറൈറ്റ് വയലേഷൻസ് ഉള്ള കോണ്ടന്റ് പോലും ഇവർ റിമൂവ് ചെയ്യാൻ റെഡിയല്ല. 2016 there was a case, 2016 ആണെന്ന് തോന്നുന്നു എക്സാക്ട്ലി. ഇന്ത്യയിലെ സകല പത്രങ്ങളും ടെലിഗ്രാമിൽ അവൈലബിൾ ആയിരുന്നു. ഒരു ടെലിഗ്രാം ചാനൽ ന്യൂസ് പേപ്പർ ലൈവ് എന്നെന്തോ പറഞ്ഞിട്ട് എല്ലാ പത്രങ്ങളുടെയും PDF കോപ്പീസ് വരും. ഈ പല പത്രങ്ങളും ടെലിഗ്രാമിന് മാസങ്ങളോളം മെസ്സേജ് അയച്ചിട്ട് അവരൊന്നും റിമൂവ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അവസാനം ഇവർ ഡൽഹി ഹൈക്കോടതിയിൽ പോയി അനുകൂലമായ ഒരു വിധി നേടിയെടുത്ത് ടെലിഗ്രാം അയച്ചിട്ട് എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഗ്രൂപ്പുകൾ ഷട്ട് ഡൗൺ ചെയ്യപ്പെടുന്നത്. സോ ടെലിഗ്രാം ഈസ് നോട്ട് അവർ പറയുന്ന, അല്ലെങ്കിൽ അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അവരുടെ വിഷൻസിനും മിഷൻസിനും അനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് പലപ്പോഴും ക്രൈം ഫൈറ്റിങ്ങിൽ അവർ തരാറില്ല. പക്ഷെ അവർ പറയുന്നു അവരിതൊക്കെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ഭാഗമാണ്. ഐ ഡോണ്ട് ബിലീവ് ലൈക്ക് ഒരു എന്താ പറയുന്നത്, കൊച്ചു കുട്ടികളെ അബ്യൂസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളൊന്നും ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നില്ല. നമ്മൾ ഈ DeepPy എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോട്ടുകൾ ആരെയും ലൈക്ക് ലെറ്റ്സ് ഡീപ് ഫേക്സ് ഉണ്ടാക്കാൻ പറ്റുന്ന, വൾഗറായിട്ടുള്ള ഡീപ് ഫേക്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ബോട്ടുകൾ എത്രയോ വട്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിമൂവ് ചെയ്യാൻ തയ്യാറല്ല. സോ ദേ ആർ റണ്ണിങ് ആൻ ഓർഗനൈസ്ഡ് ക്രൈം. അപ്പോൾ അതിൽ പക്ഷേ ഈ പറഞ്ഞേക്കുന്ന അവരെ കമ്പയർ ചെയ്യുന്ന, ഓക്കെ എയർടെലിൻ്റെ ഫോൺ അല്ലെങ്കിൽ ജിയോയുടെ ഫോൺ ഉപയോഗിച്ച് ഒരു ക്രൈം നടത്തിയാൽ ജിയോ ബാൻ ചെയ്യപ്പെടണോ എന്നുള്ള ചോദിക്കുന്ന ഒരു നറേറ്റീവായിട്ട് ഇതൊരു ബന്ധമില്ല. ബിക്കോസ് ദിസ് ഇസ് എ ഫുള്ളി സെൻട്രലൈസ്ഡ് കൺട്രോൾ ചാറ്റ് ആപ്ലിക്കേഷൻ. ദാറ്റ് ഈസ് മോർ ഓഫ് ആൻ ഇന്റർമീഡിയറി സർവീസ് ദേ ആർ പ്രൊവൈഡിങ്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ഇപ്പം ഒരു ക്രൈം ടെലികോം പ്രൊവൈഡർ വെച്ച് നടന്നാൽ അവരെല്ലാ ഡാറ്റയും കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ ടെലിഗ്രാമിന്റെ കേസിൽ ആ ഒരു ഡാറ്റ കൊടുക്കാൻ ഒട്ടും റെഡിയല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം. സോ ടെലിഗ്രാം ഹാസ് ടു കംപ്ലൈ, അതർവൈസ് ദേ ഷുഡ് ഗെറ്റ് ബാൻഡ്. സാധാരണ ജനങ്ങളോടും ഇത് റെഗുലേഷൻ കൊണ്ടുവരാൻ ബാധ്യപ്പെട്ടവരോടും കൂടിയുള്ള ഒരു അഡ്വൈസ് എന്താണ്? റെഗുലേഷൻ കൊണ്ടുവരാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരോടുള്ള ഒരു അഡ്വൈസ്, ദിസ് എ ഫാസ്റ്റ് ചേഞ്ചിങ് ഇൻഡസ്ട്രി. നിങ്ങളൊരു റെഗുലേഷൻ എടുത്തു വരുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രിയുടെ ട്രെൻഡ് മാറിയിരിക്കും. US ഒക്കെ AI-യിൽ എങ്ങനെ പോളിസി വേണം എന്നുള്ളത് അവരുടെ സൈബർ ഏജൻസികൾ വെളിയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഡീപ് ഫേക്ക് ഉണ്ടാക്കാം, ഏത് ഡീപ് ഫേക്ക് പീനലൈസ് ചെയ്യപ്പെടാം എന്നുള്ളത് അത് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യും. യൂറോപ്യൻ യൂണിയൻ GDPR അത് കവേർഡപ്പ് ആകും. നമ്മളിപ്പോഴും നമ്മുടെ പഴയ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലിങ്ങിനെ അമെൻഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. നമുക്കത് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. വെൻ യു ആർ ഈവൻ ഗെറ്റിംഗ് ഇൻ ടു ദ എറ ഓഫ് സെമി കണ്ടക്ടേഴ്സ്, വി നീഡ് ടു ലോഞ്ച് ദിസ് കൈൻഡ് ഓഫ് ഡാറ്റ പ്രൊട്ടക്ഷൻ ലോസ് നൗ. അപ്പം ഇത് ഫാസ്റ്ററായി ഡിസിഷൻസ് എടുക്കണം. വെദർ ഇറ്റ്സ് ബ്യൂറോക്രസി, വെദർ ഇറ്റ്സ് കോർട്ട്. ഫോർ എക്സാമ്പിൾ, ബ്യൂറോക്രസിക്ക് നോക്കേണ്ടത് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറാണ്. സൈബർ ഇന്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചറിനെ എത്ര പ്രൊട്ടക്റ്റഡ് ആക്കാം എന്നുള്ളതാണ്. അവർക്കാകെ ചെയ്യാവുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്സ് കൊണ്ടുവരിക, ബഡ് ബൗണ്ടി പ്രോഗ്രാംസ് കൊണ്ടുവരിക. ഇങ്ങനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നിസർഗയെ പോലുള്ള കുട്ടികളെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക, ഇൻകോർപ്പറേറ്റ് ചെയ്യുക, ഡിഫൻഡേഴ്സ് ആക്കി മാറ്റുക. കോർട്ടുകൾ സൈബർ കേസുകളുടെ വേഗത്തിൽ തന്നെ, ഹാക്ക് ചെയ്യപ്പെടുന്ന വേഗതയിൽ തന്നെ അത് ചാർജ് ഷീറ്റുകൾ ഫയൽ ചെയ്യിപ്പിച്ച് സോർട്ട് ചെയ്യാൻ നോക്കുക. കൂടുതൽ എന്താ പറയുന്നത്, സൈബർ അവയർനെസ്സും സൈബർ ടെക്നോളജീസൊക്കെ അറിയാവുന്ന, അല്ലെങ്കിൽ അതിൽ പ്രാഗൽഭ്യമുള്ള ആളുകളെ ജഡ്ജസിലൊക്കെ ഒക്കെ നോക്കുക. അതിനൊരു ഫുൾ സ്ട്രക്ചർ തന്നെ ചേഞ്ച് ചെയ്യേണ്ടി വരും. പക്ഷേ യു ഹാവ് നോ ദർ വേ. എവറി ക്രൈം ഹാസ് എ സൈബർ ആംഗിൾ ഇൻ ഇറ്റ്. സോ ഇഫ് യു നീഡ് ടു അനലൈസ് ഇറ്റ്, യു ഹാവ് ടു ഡു ദിസ്. ജനങ്ങൾ ഇതിലേക്ക് പോകുന്നതിന് കാരണം ഇപ്പോഴും നമ്മൾ തേക്കും ആടും മാഞ്ചിയും ഒക്കെ തേടി, സ്വർണ്ണച്ചേനയൊക്കെ തേടി പോകുന്നതുകൊണ്ടാണ്. ബിക്കോസ് അവരിപ്പോഴും ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എനിക്കിത് പറ്റില്ല, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആളുകൾക്ക് ഇത് പറ്റും, പക്ഷെ ഞാൻ ഈ ക്രൈമിൽ പെടില്ല, ഞാൻ വളരെ ബുദ്ധിമാനാണ്, ഞാൻ വളരെ സ്മാർട്ടാണ്, എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വലിയൊരു ധാരണയാണ് ഇവിടെ പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. വൈസ് ചാൻസലേഴ്സ് മുതൽ കേരളത്തിലെ പ്രശസ്തരായ ചാർട്ടേഡ് അക്കൗണ്ടൻസ് മുതൽ
വലിയ വലിയ ബാങ്ക് മാനേജേഴ്സ് മുതൽ പല പല പൊളിറ്റീഷ്യൻസ് പോലും പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വാസ്തവികത. സോ ബേസിക്കലി ഇത് എല്ലാവർക്കും സംഭവിക്കും, എനിക്കും സംഭവിക്കും, താങ്കൾക്കും സംഭവിക്കും നാളെ. ഇത് ആരുടെ വീട്ടിലും നാളെ സൈബർ തെഫ്റ്റ് ഉണ്ടാകാം. ദർ ഇസ് നത്തിങ് കോൾ 100% പ്രൊട്ടക്ഷൻ. 100% സൈബർ സുരക്ഷിതമായി ഒന്നുമില്ല, ഏതും ഹാക്ക് ചെയ്യപ്പെടാം. പക്ഷെ നമ്മൾ നമ്മുടെ വീട് തുറന്നിടാറില്ലല്ലോ. നമ്മൾ രാത്രിയിൽ തുറന്നിട്ട് നിങ്ങൾ കയറി എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പൊക്കോളൂ എന്ന് പറയാറില്ല. അതേപോലെ യു ഹാവ് ടു ബി പ്രിപ്പയർഡ്. നിങ്ങളെ ആർക്കും പറ്റിക്കാൻ വിളിക്കാം. സൈബർ സ്കാമുകൾ സംഭവിക്കുന്ന സമയത്ത് പരിചയമുള്ളൊരു ലോയറിനെയോ പരിചയമുള്ളൊരു പോലീസ് സ്റ്റേഷനെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വിളിച്ചാൽ പോലും അവരിതിനുള്ള റെമഡി പറഞ്ഞു തരും. ജസ്റ്റ് ആസ്ക് ദം. നമുക്ക് പരിചയമുള്ള ബാങ്ക് എംപ്ലോയീസ് ഉണ്ട്, ലോൺ എടുക്കുന്നതിന് മുമ്പ് അവരോട് ചോദിക്കാം. ക്ലിയർലി ആസ്ക് ദം ആൻഡ് ഡു ദീസ് തിങ്സ്. And there is no other way for citizens other than to be aware. ഈ മേഖലയിൽ ഈ പറഞ്ഞ എനിക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നുണ്ടാവും നമ്മൾക്കൊരു അബദ്ധം പറ്റുന്നവരെ ഉണ്ടാവുള്ളൂ ആ അഹങ്കാരം. എന്തായാലും ഈ വിഷയത്തിൽ ഒരുപാട് വിവരങ്ങൾ നമുക്ക് ഈ സംഭാഷണത്തിലൂടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.